അവിടെ ബഹുമാനപ്പെട്ടവർ ഡൽഹിയിൽ വന്നതോടുകൂടെ അവിടെയുള്ള അനവധി ആളുകൾ മുസ്ലിമായി. ثم توجه الشيخ معين الدين ومن معه من مريديه الى غايه مقصده بلده اجمير. അജ്മീറിനെ ലക്ഷ്യമാക്കി പിന്നെ ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടു പൃഥ്വിരാജിന്റെ നാട്ടിലേക്ക്. وبعد الوصول الى اجمير അജ്മീറിലെത്തിയപ്പോൾ نزل الشيخ ومن معه في ظل شجره قائمه في ميدان يستريح فيه جمال الملك. രാജാവിന്റെ ഒട്ടകങ്ങൾ വിശ്രമിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ അനാസാഗറിന്റെ പരിസരത്ത്, അനാസാഗർ എന്ന വിശാലമായ ഒരു തടാകമുണ്ട്. ആ തടാകത്തിന്റെ കരയിലെ രാജാവിന്റെ ഒട്ടകങ്ങളൊക്കെ വിശ്രമിക്കുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. ആ സ്ഥലത്താണ് ബഹുമാനപ്പെട്ട ഒരു ടെന്റ് കെട്ടി അവിടെ കൂടി. അവിടെ താമസിക്കുന്നതിന് മൈതാനിന്റെ ഉടമസ്ഥൻ വലിയ വിരോധമൊക്കെ പറഞ്ഞു. പക്ഷെ ഇത് ഒട്ടകത്തിന് കിടക്കാനുള്ള സ്ഥലമാണ്, അതുകൊണ്ട് ഇവിടെ നിങ്ങൾ താമസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എന്നാ നിന്റെ ഒട്ടകം തന്നെ കിടന്നോട്ടെ എന്ന്. ഫഖാമ, ആ മൈതാനിൽ നിന്ന് മാറിയിട്ട് അനാസാഗറിന്റെ പരിസരത്തല്ല, കുറച്ച് ദൂരെയാണ്. അനാസ ആദ്യം ഉള്ളത് മൈതാനിയിലാണ്. മൈതാനിന് പിന്നെ അനാസാഗറിന്റെ പരിസരത്തേക്ക് ബഹുമാനപ്പെട്ടവർ വരികയാണ്. ഫഖാമ വനസല ഫീ മകാനി ഖരീബത്തിൻ ബുഹൈറത്തി അനാസാഗർ വഫീ വസ്തിൽ ബുഹൈറ മആബിദുൽ ലിൽ വസനിയീൻ. അതിന്റെ നടുവിൽ ഒരു ക്ഷേത്രവും ഒക്കെ ഉണ്ടായിരുന്നു. അവരൊരു ഷിർക്കിന്റെ മണ്ഡപവും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ വഅമൽ മൈദാൻ ഫൽജിമാലു ലാ സാലത്ത് മുൽതജിഅതൻ ഫീഹി ലാ തഖുമു അസ്ലാ. പക്ഷേ ബഹുമാനപ്പെട്ടവര്, എന്നാ നിന്റെ ഒട്ടകത്തിന് കിടക്കാനുള്ള സ്ഥലമായതുകൊണ്ട് ഞാൻ എന്നാൽ ഇവിടെ നിൽക്കണ്ട, എന്നെ ഒട്ടകം കിടന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവരെ അവർ പോയതിനു ശേഷം ദിവസങ്ങളോളം ഒട്ടകങ്ങൾ എണീക്കാൻ കഴിയാതെ തന്നെ ആ മൈതാനിയിൽ കടന്നുപോയി. അത് വളരെ വലിയ വിഷമമായി. وبعد نزول الشيخ قرب البحيرة اتخذ عريشا يعبد فيه وانتشر أصحابه فأخذوا الماء من البحيرة وتولوا واغتسلوا فيه فأغلب الكفار ومنعوا مس الماء. ബഹുമാനപ്പെട്ടവര്, ആ അനാസാഗർ വിശാലമായ തടാകമാണ് അനാസാഗർ. ആ അനാസാഗറിൽ നിന്ന് വെള്ളമെടുത്ത് അവിടെ വുളൂ ചെയ്തുകൊണ്ട് അവിടെ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നത് ആ തദ്ദേശവാസികളായ പല സത്യനിഷേധികൾക്കും ഇഷ്ടപ്പെട്ടില്ല. അവർ പരമാവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും വെള്ളം എടുക്കുന്നതിനെ തൊട്ട് ഒരുപാട് നിഷേധങ്ങളും ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുകയും ചെയ്തു. فبلغ الأمر إلى الشيخ فقال جاء الحق وزهق الباطل إن الباطل كان زهوقا. സത്യം വെളിപ്പെട്ടു വരികയും അസത്യം നിഷ്കാസിതമാവുകയും ചെയ്യാനുള്ള സന്ദർഭമായിട്ടുണ്ട് എന്നായത്തോടി ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹു പിന്നെ ഒരു പാത്രം ഖാദിമിന്റെ അടുത്തെടുത്തു കൊടുത്തു. ഫഖാൽ ഇദ്ഹബ് ഇലൽ ബുഹൈറ വഗ്തരിഫ് മിൻഹാ ഗുർഫതൻ. ഒരു കോപ്പ അതിനെ എങ്ങോട്ട് കോരിയെടുത്തോ എന്ന് പറഞ്ഞിട്ട് കോപ്പ എടുത്തിട്ട് കൊടുത്തു. ഖുൽ യാ ബുദ്ദൂഹ് എന്ന് പറഞ്ഞിട്ട് ഒരു കോപ്പ വെള്ളം അതിന് എടുക്കാൻ വേണ്ടി പറഞ്ഞു. ബഹുമാനപ്പെട്ടവർ എടുത്തിരിക്കല്ല, എടുക്കാൻ വേണ്ടി ഖാദിമിനെ പറഞ്ഞയച്ചില്ല. ആദ്യം ഖാദിമിനെ പറഞ്ഞയച്ചു. ഖാദിമ് പോയി യാ ബുദ്ദൂഹ് എന്ന് പറഞ്ഞിട്ട് ആ അനാസാഗറിൽ നിന്ന് ഒരു കോപ്പ കോരിയെടുത്തു ഖാദിം. ففعل الخادم ما امره الشيخ واغترف في الاناء من البحيره فدخل جميع ماء البحيره والبلده في ذلك الاناء. ഉടനെ ആ അനാസാഗറിൽ വെള്ളം വറ്റി. ഈ കോഴിക്കോട്ട് കടപ്പുറത്ത് മഹാനായ ശംസുൽ ഉലമാ റഹിമഹുല്ലാഹ് ബഹുമാനപ്പെട്ടവർ പ്രസംഗിക്കുന്നത് എന്റെ ഈ ചെവിയിൽ കുട്ടിക്കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. 60-ാം വാർഷികത്തിലോ മറ്റോ ഒന്നാണ് എന്റെ ഓർമ്മ. അല്ലാഹു ബഹുമാനപ്പെട്ടവർക്ക് ഇസ്സത്തിന്റെ ഒരു ബർസഖിയായ ജീവിതം കൊടുക്കട്ടെ. ഹശാവകല്ലാ എന്നൊക്കെ പറയുന്നത് അതിങ്ങനെ എന്റെ ചെവിയിൽ അലക്കുന്നത് പോലത്തുള്ളൂ. അനാസാഗർ വറ്റിപ്പോയി. നാട്ടിലുള്ള രാജസ്ഥാനിലുള്ള വെള്ളം മുഴുവനും വറ്റിപ്പോയി. എല്ലാം പറ്റി. അനാസാഗറിലെ വെള്ളം പറ്റി, ആകെ പറ്റി എന്ന് മാത്രമല്ല, ശംസുൽ ഉലമ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മുലയൂട്ടുന്ന രജപുത്ര പെണ്ണുങ്ങളെ മുലപ്പാല് പറ്റിപ്പോയി എന്ന ചരിത്രം. മുലപ്പാല് പോലും പറ്റിപ്പോയി. ബഹുമാനപ്പെട്ട ഹാജക്ക് വെള്ളം കൊടുക്കുക. ആ പാത്രം, അതായത് വെള്ളം നിഷേധിച്ചപ്പോൾ ഒരു പാത്രം, ഒരു കോപ്പ വെള്ളം അനാസാഗറിൽ നിന്നെടുത്ത കാരണത്താൽ അനാസാഗർ പറ്റി, നാട്ടിലെ വെള്ളം മുഴുവനും പറ്റി. മുലയൂട്ടുന്ന പെണ്ണുങ്ങളെ മുലപ്പാല് പോലും പറ്റിപ്പോയി. فعدم القوم ماء وصاروا عطاشا فتحيروا وجاءوا الى الشيخ يتضرعون ويبكون. സത്യനിഷേധികളാണെങ്കിലും കരഞ്ഞുകൊണ്ട് പിന്നെ ഷെയ്ഖിന്റെ അരികിൽ വന്നു. فغلب عليه الرحمة للفقراء. ഭയങ്കര മനസ്സലിവുള്ള ആളായിരുന്നു.
മനസ്സിലിവ് വന്നു. ബഹുമാനപ്പെട്ടവർ അമറൽ ഖാദിമ ബിസബ്ബിൽ ഇനാ, ആ പാത്രം അങ്ങോട്ട് തന്നെ ഒഴിക്കാൻ വേണ്ടി പറഞ്ഞു. എടുത്തതുപോലെ തിരിച്ചങ്ങോട്ട് ഒഴിക്കാൻ പറഞ്ഞു. മൈതാനിന്റെ കാവൽക്കാരൻ വന്നു ഇലൽ മലിക്കി, രാജാവിലേക്ക്. കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ രാജാവിന്റെ രാജാവെ ഒട്ടകങ്ങൾ എണീക്കുന്നില്ല, നിന്റെ ഒട്ടകം ഇവിടെ കടന്നോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ശേഖ അവിടുന്ന് പോയത്. രാജാവാകട്ടെ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. തൽക്കാലം വിനയം നടിച്ചിട്ട് അതിനൊരു പ്രതിവിധി ഉണ്ടാക്കാൻ ഷെയ്ഖിനോട് തന്നെ ആവശ്യപ്പെടാൻ വേണ്ടി പലവട്ടം വിനയം നടിക്കുകയും പലവട്ടം ചതിക്കാൻ ഒരുങ്ങുകയും ചെയ്യുന്നത് പൃഥ്വിരാജ് ചൗഹാൻ. അവസാനം പൃഥ്വിരാജ് ചൗഹാൻ ഒന്നുമില്ലാതെ തകർന്ന് തരിപ്പണമാവുക. ഒരുപാട് ആളുകൾ അദ്ദേഹം സാഹിറായി കൊണ്ടുവരുന്ന ആളുകൾ വരെ നന്നായി ഞാൻ ആ ഭാഗത്തേക്ക് വരാം. നിന്റെ ഒട്ടകങ്ങൾ എണീറ്റോട്ടെ, അങ്ങനെ ഈ രണ്ട് സംഭവങ്ങൾക്ക് ശേഷം ഞാൻ എന്തിനാ ഇതൊക്കെ പറഞ്ഞെന്ന് വെച്ചാൽ, ഇവിടെ വാള കൊണ്ട് വെട്ടിയിട്ടോ കൈവെട്ടിയിട്ടോ ആയുധങ്ങൾ പ്രയോഗിച്ചിട്ടോ അല്ല ആ ജനങ്ങളൊന്നും ബഹുമാനപ്പെട്ട സത്യദീൻ ഇവിടെ പ്രചരിപ്പിച്ചത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ വെളിച്ചമുണ്ടായപ്പോൾ പ്രകൃതിയിലെ ഓരോ വസ്തുക്കൾക്കും അവർക്ക് വഴിപ്പെടുന്നത് കണ്ണിൽ കണ്ടു എല്ലാവരും. അതുകൊണ്ട് ഇവരെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ കാര്യം വരെ പോക്കാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ പറഞ്ഞു. NBSന്റെ വിശ്വവിജ്ഞാന കോശത്തിൽ ഖാജ മൊയ്നുദ്ദീൻ ചിശ്തിയെ കുറിച്ചുള്ള അധ്യായത്തിൽ പറയുന്നത്, ഇന്ത്യയിൽ 90 ലക്ഷം ആളുകൾ മുസ്ലിമാകാൻ ആ മനുഷ്യനാണ് കാരണക്കാരൻ എന്ന. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ഇന്ത്യയിലെ ദീനി ദഅവത്തിന്റെ അസ്തിത്വം ബഹുമാനപ്പെട്ട ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹു, അല്ലാഹു തആല ഫിർദൗസിൽ ഖുർആൻ തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ ചിന്തിക്കണം. അങ്ങനെ അഥവാ ആ മനുഷ്യരുടെ സമുന്നതമായ ഇലാഹിയായ ബന്ധം കണ്ടപ്പോൾ അവരെ എതിർക്കാൻ കഴിയില്ല. അവര് പടച്ചവന്റെ ആളുകളാണെന്ന് ബോധ്യപ്പെട്ട് ആളുകൾ മുഴുവനും അവരെ കൂടെ കൂടി. 90 ലക്ഷം ആളുകൾ. അതുകൊണ്ടാണ് ഷെയ്ഖ് ഒരിക്കൽ കയറി ചെന്നപ്പോൾ, കുട്ടിക്കാലത്ത് തന്നെ 20ാമത്തെ വയസ്സിൽ ഷെയ്ഖ് കയറി ചെന്നപ്പോൾ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ലക്ഷക്കണക്കായ ആളുകൾക്ക് ഹിദായത്തിന് സബബാകുന്ന ആളാണ് ഈ കയറി വരുന്നത്. 20 വയസ്സായ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ മഹാനായ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി എന്തി പറ്റിപ്പോയി എന്ന് ഉറക്കെ പറ. ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹു 20 വയസ്സായ ഖാജ കയറി വന്നപ്പോൾ, ബഗ്ദാദിൽ കയറി വന്നപ്പോൾ പറഞ്ഞു, ലക്ഷക്കണക്കായ ആളുകൾക്ക്, മനുഷ്യന്മാരെ നിങ്ങൾ ഇതൊന്ന് കേൾക്കി. NBSന്റെ വിശ്വവിജ്ഞാന കോശം ഇപ്പൊ അത് റീപ്രിന്റ് ചെയ്യുന്നില്ല എന്ന് കേട്ടു. ആ NBSന്റെ വിശ്വവിജ്ഞാന കോശത്തിൽ ഖാജ മൊയ്നുദ്ദീൻ ചിശ്തിയെ കുറിച്ചുള്ള ആ അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്, ഈ 90 ലക്ഷം ആളുകൾ മുസ്ലിമാകാൻ ആ മഹാൻ കാരണക്കാരനായി. അങ്ങനെ അതോടുകൂടെ പിന്നെ ആരും ബഹുമാനപ്പെട്ടവരെ എതിർക്കാൻ വന്നില്ല. പക്ഷെ രാജാവിനും രാജാവിന്റെ ചില ചിങ്കരന്മാർക്കും ഇവരെ പുറത്താക്കിയേ മതിയാകൂ എന്ന ചില വൈരനിര്യാതന ബുദ്ധി ഉണ്ടായിരുന്നു. وعزم الكفار أن يخرجوا المسلمين من البلدة وأخذوا ما تيسر لهم من الحجر والخشب وغيره وتقدموا إلى الشيخ ليحملوا حملة رجل واحد فقبل الشيخ قبلة من تراب وقرأ عليه آية الكرسي ورماهم به فمن أصابه التراب لم يستطع على التحرك. പട്ടിവാളുകളും കുണ്ടങ്ങളും വേണ്ട സാധനങ്ങളും എല്ലാം കൊണ്ട് ഒരിക്കൽ ബഹുമാനപ്പെട്ടവരെ ശൈഖ് അവർകളെ ഒറ്റയടിക്ക് ഒന്ന് നിഗ്രഹിക്കാനും ചില ശ്രമങ്ങൾ നടന്നു. പക്ഷേ നേരത്തെ ഹബീബ റസൂലുള്ളാഹിന്റെ പേരമോനല്ലേ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നലത്തെ ദിവസത്തോട് സമാനമായ ദിവസത്തിൽ ബദറിൽ വെച്ച് എറിഞ്ഞതായി വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങെറിഞ്ഞപ്പോൾ അങ്ങെറിഞ്ഞിട്ടില്ല. അങ്ങനെ ബഹുമാനപ്പെട്ടവര് അതുപോലെ തന്നെ ഏറങ്ങോട്ട് എറിഞ്ഞു. തന്റെ കയ്യിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരി ശത്രുക്കൾ നേരെ എറിഞ്ഞു. ആയത്തുൽ കുർസിയോട് എറിഞ്ഞു. ഒരാൾക്ക് പിന്നെ അനങ്ങാൻ പോലും കഴിഞ്ഞില്ല. മഹാന്മാരുടെ മഹത്വം
ബോധ്യപ്പെട്ടപ്പോൾ ഷാദിദേവ് എന്ന പേരിൽ ഒരു വലിയ ജ്യോത്സ്യൻ ഉണ്ടായിരുന്നു. അയാൾക്ക് എങ്ങനെയെങ്കിലും ഈ വയസ്സനെ ഓടിക്കാൻ കഴിയാതിരിക്കില്ല എന്ന് വിചാരിച്ച് ഷാദിദേവിൽ അഭയം തേടാൻ രാജാവും ചില ആളുകളും തയ്യാറായി. സിഹ്റിൽ വലിയ നിപുണന്മാരായ ചില വിദ്യാർത്ഥികൾ വരെ ഈ ഷാദിദേവിനുണ്ടായിരുന്നു. അങ്ങനെ ഷാദിദേവിനെ സമീപിക്കാൻ രാജാവ് തീരുമാനിച്ചു. അങ്ങനെ ഷാദിദേവിനെയും കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും ബഹുമാനപ്പെട്ട ശേഖാവർകളെ അവിടുന്ന് ഓടിക്കാനുള്ള ഒരുപാട് പരിശ്രമങ്ങൾ നടത്തി. ഞാൻ വിശദീകരിക്കുന്നില്ല, വലിയ സംഭവങ്ങളാണ് അതൊക്കെ. അവസാനം എന്താ ഉണ്ടായത്? ഷാദിദേവിന്റെ നേതൃത്വത്തിൽ അവര് വലിയ സിഹ്ർ നടത്തി. തേളുകളും പാമ്പുകളും ഒക്കെ ചില വടികൾ കൊണ്ടും മറ്റുമൊക്കെ തേളിനെയും പാമ്പിനെയും ഉണ്ടാക്കി. ബഹുമാനപ്പെട്ടവരെന്ത് ചെയ്തു? ബഹുമാനപ്പെട്ടവര് അള്ളാഹുവിന്റെ പ്രത്യേകമായ തൗഫീഖ് കൊണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ മദദ് കൊണ്ട് ഷാദിദേവിന്റെ സിഹ്റിൽ നിന്ന് ബഹുമാനപ്പെട്ട മഹാനവർകൾ രക്ഷപ്പെട്ടു. ഷാദിദേവ് ولما اقتربت ഷാദിദേവ് إلى محل الشيخ نظر إليه نظرة في منقلبت طبيعة ഷാദിദേവ്. സംഭവം ഇങ്ങനെ ഉണ്ടായത് രണ്ടാമത്തെ സംഭവമാണ്. ഷാദിദേവ് കയറി വന്നതോടുകൂടെ ഷാദിദേവിനെ തന്റെ നോട്ടം കൊണ്ടൊന്ന് നോക്കിപ്പോയി. നളറത്തൻ ഒരു നോട്ടം കൊണ്ട് നോക്കി. ഫതഗയ്യറത് തബീഅതുഹു, അയാളുടെ അവസ്ഥ തന്നെ വ്യത്യാസപ്പെട്ടു. ഫാറഖത് ശയാത്തീൻ, പിശാചുക്കൾ അയാളോട് വിട പറയുകയും ചെയ്തു. സിഹറിൽ നിന്ന് അയാൾ തന്റെ ശിഷ്യന്മാരെ പിൻവാക്കി. ഇനി നമ്മൾ സിഹർ ചെയ്യേണ്ടതില്ല. വടി കല്ലുകൊണ്ടും ചെരക്കല്ലുകൾ കൊണ്ടും ഷാദിദേവിന്റെ അനുയായികൾ തന്നെ ഷാദിദേവിനെ എറിഞ്ഞു. ഷാദിദേവ് ഒരൊറ്റ നേട്ടം കൊണ്ട് അയാളെ രീതി വ്യത്യാസപ്പെട്ടു. ശിഷ്യന്മാര് അയാളെ ആക്ഷേപിച്ചുകൊണ്ട് കടന്നുപോയി. ഒരുപാട് സംഭവങ്ങളുണ്ട്. എല്ലാരും മാറി. ഷാദിദേവ് മാറി. ഹവയിലിരിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു ജ്യോത്സ്യൻ ഉണ്ടായിരുന്നു. ആ ജ്യോത്സ്യനെ കൊണ്ടുവന്നു. ആ ജ്യോത്സ്യനെ തന്റെ ചെരുപ്പ്, ബഹുമാനപ്പെട്ടവർ തന്റെ ചെരുപ്പ് കൊടുത്തയച്ചു. ചെരുപ്പ് കൊണ്ട് അടി കിട്ടി വായുവിലിരിക്കുന്ന ആൾക്ക്. അയാൾ വായുവിന്റെ താഴെ ഇറങ്ങിയപ്പോൾ അടി കിട്ടിയിട്ട് അയാൾ താഴേക്ക് വീണു. അയാൾ നേരെ വന്നിട്ട് ബഹുമാനപ്പെട്ടവർ മുന്നിൽ വീണ് അള്ളാഹുവിലേക്ക് ഞങ്ങൾക്ക് വെളിച്ചം കാണിച്ചു തരണം എന്ന് പറഞ്ഞു. ചുരുക്കത്തിൽ ആരൊക്കെ ബഹുമാനപ്പെട്ടവരെ എതിർക്കാൻ വന്നോ എല്ലാവരിലും വ്യത്യാസങ്ങൾ ഉണ്ടായി. ഞാൻ ഇതിന്റെ ചരിത്രം നീട്ടി പറയുന്നില്ല, എല്ലാവർക്കും ബോധ്യപ്പെട്ടു. അള്ളാഹുവിന്റെ വെളിച്ചത്തിന്റെ സന്ദേശം കിട്ടി. പൃഥ്വിരാജ് ചൗഹാന്റെ അധികാരം തുന്നം പാടുകയും ചെയ്തു. ആ അധികാരം തന്നെ തുന്നം പാടി. സത്യത്തിന്റെയും നീതിയുടെയും ഭരണാധികാരികൾ ഇന്ത്യയിൽ വളരെ ഗൗരവമായി ചിന്തിക്കണം. അനവധി ചരിത്രങ്ങൾ അതിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കണില്ല. ഞാൻ വളരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ടവരോടുകൂടെ ഫിർദൗസിൽ കൂടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവിന് വേണ്ടിയിട്ട് ഒരായുസ് ചെലവഴിച്ച മനുഷ്യൻ നിങ്ങൾ ചിന്തിക്കണം. ഒരു യുദ്ധം ചെയ്യണില്ല, ഒന്നുമില്ല. പക്ഷെ ആ മനുഷ്യൻ അള്ളാഹു നൽകിയ കരുത്തിന്റെ സമുന്നതമായ കരുത്ത് കൊണ്ട്, അള്ളാഹു കൊടുത്ത സമുന്നതമായ കഴിവ് കൊണ്ട് ഉണ്ടായിട്ടുള്ള സമുന്നതമായ നേട്ടങ്ങളാണ് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നത്. മരിച്ചവരെ ജീവിപ്പിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിശ്വസിക്കുന്നവർക്ക് വേണ്ട വിശ്വസിക്കാം, അല്ലാത്തവർക്ക് നേരെ വൈകുന്നതിന് മുമ്പ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് പോകാം. എന്നിട്ട് വീണ്ടും കുത്തിമറിയാം. കുത്തിമറിയാലാണല്ലോ നിസ്കാരം. കുത്തിമറിയാൻ പോകാവുന്നതാണ്. അങ്ങനെയാണ് കുത്തിമറിയാൻ തന്നെ ഞാൻ അതിന് പറയാ. ഈമാനില്ലാത്ത മറിച്ചിലിന് കുത്തിമറിയാന്ന് പറയും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. കുത്തിമറിഞ്ഞവർ മുഴുവനും സ്വർഗത്ത് കിടക്കൂലടോ. എനിക്ക് തോന്നുന്ന പല കുത്തിമറിക്കാർക്കും ഇന്ന് സ്വർഗം ഉണ്ടാവുമോ? ഈമാനില്ലാത്ത മറിയലിനൊന്നും ഒരു അർത്ഥമില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അങ്ങനെയാണ്. നോമ്പിനും അർത്ഥമല്ല. എന്ത് ഉപവാസം എന്ന് പറഞ്ഞാൽ വലിയ സംഗതിയൊന്നും അല്ല. അതെല്ലാവരും ചെയ്യും. കോൺഗ്രസിലേക്ക് തിരിച്ചിട്ടില്ലെങ്കിൽ മരണം വരെ ഉപവാസം ചെയ്യുന്ന മുരളി പറഞ്ഞുകൊണ്ട് തോന്നിപ്പോയി. അതൊന്നും വലിയ മാറ്റമൊന്നുമല്ല. നിങ്ങൾക്ക് പകല് മാത്രമേ ഉപവാസമുള്ളൂ. മുരളി പറഞ്ഞ് കോൺഗ്രസിലേക്ക് മടക്കിയെടുത്തില്ലെങ്കിൽ ഞാൻ രാത്രി ഉപവാസം ചെയ്യുന്ന മുരളി എന്നല്ലേ അങ്ങനെ പറഞ്ഞത്? ഇല്ലേ? പറഞ്ഞല്ലോ. അതൊന്നും വലിയ കാര്യമല്ല. അത് നമ്മൾ പെണ്ണുങ്ങളോട് പറയാൻ നോമ്പ് വെച്ചിട്ടുണ്ട്, കാര്യമല്ല, ഒന്നുമില്ല. ലൈസബി ചെയ്യാം. ഈമാനോടുകൂടെയുള്ള നിസ്കാരത്തിന് വില ഉണ്ട്. ആ നിസ്കാരമാണ് ഗുഹയെ പോയി പഠിച്ചു എന്ന് പറഞ്ഞത്.
അല്ലെങ്കിൽ പിന്നെ അവരെ ആളുകളെ കോന്തലെ കെട്ടാൻ നോക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മറിയൽ പലരും മറിയും, ആ മറിയലാണെന്ന് മറിയണം തോന്നുന്നു, ഒരു കഥയില്ല, ഉറപ്പാണ്. ഇവിടെ അടുത്ത ഒരു സ്ഥലത്ത് ഞാൻ മഗ്‌രിബ് നിസ്കരിക്കാൻ കൂടി. ഇവിടെ അടുത്തൊരു സ്ഥലത്ത് ഒരു മറിയലിന്റെ ഉദാഹരണം പറയാം, ഒരു കുത്തി മറിയലിന്റെ ഉദാഹരണം പറയാം. ഫുള്ളാള് പള്ളിയിൽ, ഭയങ്കര ആൾക്കൂട്ടം. ഞാൻ ഇവിടെ അടുത്ത് ഒരു പള്ളിയിൽ മഗ്‌രിബ് നിസ്കരിക്കാൻ കൂടി. കുറച്ച് മുമ്പ് മഗ്‌രിബ് നിസ്കരിക്കുന്നതോടുകൂടെ ഒറ്റ ഓട്ടം ആളുകൾ നിസ്കരിക്കുന്ന ഓരോ ഓട്ടം. ഇമാമ തന്നെ ഒരു അഡ്ജസ്റ്റായ നിസ്കാരം നിസ്കരിക്കുന്നത്. അതായത് ഇയാൾ എന്ത് ചെയ്യാന്നറിയാം, ഇമാമ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു 10 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വരെ ചെല്ലൂല. ഇമാമ വേഗം ദുആ ചെയ്യുക, നിസ്കാരം കഴിയാ ഇമാമിന്റെ ദുആ. എനിക്കതിന് അത്ഭുതം തോന്നി. ഇപ്പൊ എന്താ ഇങ്ങനെ ഒരു പള്ളി, സംഗതി നമ്മളെ പള്ളിയൊക്കെ തന്നെയാണ്, പക്ഷെ എന്താ ഇങ്ങനെയൊന്നും ഒരു ചിന്തിച്ചു. പിന്നെ ഒരിക്കലും കൂടെ ഞാൻ അവിടെ കൂടി. അപ്പോഴും അങ്ങനെ തന്നെയാണ്. നിസ്കാരം കഴിഞ്ഞാൽ ഒറ്റ മിനിറ്റ് കൊണ്ട് പള്ളിയുടെ ഉള്ളം കൊണ്ട് കല്ലിയോ, ഭയങ്കര ആളാണ് മഗ്‌രിബ് നിസ്കാരത്തിന്. ഇത് 1-2 തവണ ആവർത്തിച്ചപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കണല്ലോ എന്ന് വിചാരിച്ച് ഞാനൊരു ഒഴിവിന് കണക്കാക്കിയിട്ട് ആ ഏരിയയിൽ പോയി. അപ്പൊ സംഭവം പിന്നെ ഞാൻ പിടുത്തം കിട്ടി. എന്താ സംഭവം എന്ന് വെച്ചെങ്കിൽ, റോഡിന്റെ ഒരു ഭാഗത്താണ് പള്ളി. ഇവിടെ അങ്ങനെ അടുത്തുള്ള ഒരു അങ്ങാടിയാണ്, ഞാൻ പേര് പറയില്ല. ഞാൻ നാട്ടിൽ നിന്ന് നിങ്ങൾ ആരെങ്കിലും പെണ്ണിട്ടാൻ നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ എന്റെ ഒരു വാക്കുകൊണ്ട് നിങ്ങൾ കല്യാണം മുടങ്ങണ്ട. ഇവിടെ അടുത്തുള്ള ഒരു പള്ളിയെ ചിന്തിക്കണം. കുത്തിമറിയലാണ് പല നിസ്കാരങ്ങളും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അങ്ങനെ ഞാൻ അതിനെ ഗൗരവം മനസ്സിലാക്കി. എന്താ വിഷയം എങ്കിൽ, പള്ളി റോഡിന്റെ ഒരു ഭാഗത്താണ് പള്ളി, ഒരു ഭാഗത്ത് വെയിറ്റിംഗ് ഷെഡാണ്. വെയിറ്റിംഗ് ഷെഡിന്റെ എന്റെ ഫ്രണ്ട് ഭാഗം വെയിറ്റിംഗ് ഷെഡും അങ്ങേ ഭാഗം പഞ്ചായത്ത് വക TV വെച്ചിട്ടുണ്ട്. അതായത് ഏകദേശം പ്രാദേശിക വാർത്തകളും മറ്റുമൊക്കെ കാര്യമായ വാർത്തകൾ വരുന്ന നേരം മഗ്‌രിബിന് നേരാ. അപ്പൊ ഈ പെട്ടെന്ന് ഓടിയത് വാർത്ത കിട്ടാൻ വേണ്ടിയാ. ഞാനിങ്ങനെ തോന്നുകയും ചെയ്തു, എങ്ങാനും ഇയാൾ വലിയ സുഹൃത്തോടിയോ അയാളെ പിരിച്ചുവിടും. ദ്വാരക്കളന്ന് വലിയ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടി ആയിരിക്കും ഇയാൾ എന്ത് ചെയ്തത്, ദിക്ർ ചെല്ലാതെ ദ്വാ ചെയ്തതെന്ന് തോന്നുന്നു. നമ്മുടെ അടുത്തുള്ള ഒരു പള്ളിയാ. ഞാൻ അവരോട് തന്നെ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ മറിയാന്നാ പറയാ, അതൊക്കെ മറിയലാ. ഇതിന് വലിയ കഥ ഉണ്ടായിക്കൊള്ളുന്നില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മൾ ഉത്തരവാദിയായ, പക്ഷെ ചിന്തിക്കണം. ഈമാനില്ലാതെ മനുഷ്യൻ നന്നാവൂല. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. മരിച്ചവരെ ജയിപ്പിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു മരിച്ചവരെയൊക്കെ ജയിപ്പിക്കും. ഞാൻ ഇന്നലെ മരിച്ചവരെ ജയിപ്പിച്ച സംഭവം പറഞ്ഞു ഇല്ലേ? ഇന്നലെ ഞാൻ സംഭവം പറഞ്ഞല്ലോ, മരിച്ചവരെ ജയിപ്പിച്ച ഇന്നലെ പറഞ്ഞില്ലേ? തന്നെയല്ല, മരിച്ചവരെ ജയിപ്പിക്കുക എന്നതൊന്നും ഒരു പ്രശ്നമേ അല്ല, അതൊന്നും ഒരു വിഷയമേ അല്ല, അതൊന്നൊരു വിഷയം തന്നെയല്ല. അതിന്റെ ആളുകൾ അതൊന്നും ഒരു പ്രശ്നം തന്നെയല്ല. എത്ര ആളുകളാ മരിച്ച ആളുകളെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിപ്പിച്ചത്? നമ്മളെ കാര്യമല്ല, നമ്മളെ കാര്യമല്ല പറഞ്ഞത്, നമ്മളെ കാര്യമല്ല, നമ്മളെ ഭൗതികമായ വിജ്ഞാനങ്ങളോ രീതിയൊന്നും അല്ലത്. ജീവിതത്തിന്റെ വഴി അനവധി ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത ഡോക്ടർ അബ്ദുൽ ഗഫൂർ താൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഷീട്ടിലേക്ക് വീണാ മരിച്ചത്. അല്ലാഹു തആല മഗ്ഫിറത്ത് ചെയ്യട്ടെ. ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാ. അപ്പൊ ആ പഠനം കൊണ്ടല്ല ഈ പഠനം. അത് മരിച്ചവരെ ജയിപ്പിക്കാൻ പോയിട്ട് സ്വന്തം കാര്യത്തിൽ പോലും തീരുമാനം ഉണ്ടാവില്ല. അതൊക്കെ ഇന്നത്തെ ആധുനിക പഠനങ്ങളാണ്. അനവധി ആളുകളുടെ ജീവിതത്തിൽ ബഹുമാനപ്പെട്ടവർ അനവധി സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. മരിച്ചവർ ജീവിച്ചതിനും സംഭവം പറയാ. ബഹുമാനപ്പെട്ടവരുടെ താരീഖിൽ വ്യക്തമായി കാണുന്നുണ്ട് മരിച്ചവരെ ജീവിപ്പിച്ച സംഭവം. നോക്കൂ. വലിയ സമുദായ തൽപരനായിരുന്നു ബഹുമാനപ്പെട്ടവർ. ജനങ്ങളോട് ഉപദേശിക്കുകയും വളരെ നല്ല താല്പര്യമുള്ള ഒരു ജനക്കൂട്ടത്തിന്റെ നടുവിൽ ബഹുമാനപ്പെട്ടവർ ഇരിക്കുകയാണ്. അപ്പോൾ വളരെ വേദനയോട് കൂടെ ഒരു വൃദ്ധ സ്ത്രീ കയറി വന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്കൊരു ഒരേ ഒരു മകൻ ഉണ്ടായിരുന്നു, എന്റെ കുട്ടി മരിച്ചുപോയി. എന്റെ കുട്ടിയെ മറവ് ചെയ്യാനുള്ള വകുപ്പ് പോലും എന്റെ കയ്യിലില്ല, എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്ത് സഹായിക്കണമേ എന്ന് പറഞ്ഞ് കുട്ടിയെ മകനെ മറവ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു പിരിവ് നടത്തി തരണം എന്ന് പറഞ്ഞ് ആ സംഘത്തിലിരിക്കുമ്പോൾ ശൈഖ് അവർകൾ ഹാജയുടെ അടുത്തേക്ക് ഒരു സ്ത്രീ കയറി വന്നു, ഒരു അജൂസ് കയറി വന്നു. അപ്പോൾ ഉടനെ ആ
അപ്പോൾ ആ സദസ്സിലുള്ള ആളുകളോടൊക്കെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ബഹുമാനപ്പെട്ട കൗമുബിനായ അഹ്ലൽ മജ്ലിസി ഇലാ ഇബ്ലബിനി ഹൽ മയ്യിത്തി, ആ മയ്യത്തിനടുത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. അത്രയും വിഷമമാണെങ്കിൽ നമ്മളൊന്ന് കാണണല്ലോ. ഇവർക്ക് മയ്യത്തിനെ മറവ് ചെയ്യാനുള്ള പണം മാത്രം ഉണ്ടായാൽ പോരല്ലോ. ഇങ്ങനെയല്ലാത്ത ഒന്നും സഹായമില്ലാതെ ആകെ ഒരു മകനെ കൊണ്ട് മാത്രം ജീവിച്ചിരുന്ന അവര് മകനും മരിച്ചാൽ ഇനി എന്താ ചെയ്യാ, ഒരു പരിഹാരം ഉണ്ടാവണല്ലോ, വേഗം പോവാൻ, നമുക്ക് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞു നേരം അടുത്തെത്തിയപ്പോൾ കഅബാലയത്തിന്റെ രക്ഷിതാവായ അല്ലാഹുവിന്റെ സമ്മതത്തോടുകൂടെ എണീക്കേണ് കുട്ടിയോട് മകനോട് പറഞ്ഞു, ഉടനെ ചെറുപ്പക്കാരൻ എണീറ്റു. ഇതിന് സമാനമായ സംഭവം സയ്യിദുനാ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം, ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ, നിങ്ങൾക്കൊരു പൗഡി ഈമാനെങ്കിലും ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ ഈസാനെ ചെയ്തിട്ടുണ്ട്. പറയൂ, ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോഴാണ് ഒരാൾ, ഒരു പെണ്ണ്, ഒരു കിഴവി ഇങ്ങനെ കരഞ്ഞിട്ട് കൂടെ പോകുന്നത് ബഹുമാനപ്പെട്ടവർ കണ്ടു. എന്തേ പറ്റിപ്പോയി കിഴവിക്കെന്ന് വെച്ചു. ആകെ ഈ കിഴവിക്ക് ഒരു മോനേ ഉള്ളൂ, ആ മോൻ മരിച്ചതാണ്, ആ വേദന കൊണ്ട് മയ്യത്തിന്റെ കൂടെ വരികയാണ്. അപ്പോൾ പറഞ്ഞു, അത്ര വലിയ വേദനയാണെങ്കിൽ മരിക്കണ്ടേ ഇല്ലല്ലോ, ഇറക്കി വെക്കുക എന്ന് പറഞ്ഞു. ഇറക്കി വെച്ചു. മയ്യത്തിന്റെ കട്ടിൽ നിന്ന് കുട്ടി കൊമ്പ് ഇതിനില്ല അള്ളാന്റെ കൽപ്പന പ്രകാരം എണീക്കൊണ്ടാണ് ആ കട്ടിൽ കിടക്കുന്ന ആ വൃദ്ധ സ്ത്രീയുടെ മോനോട് ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു. കട്ടിലിൽ നിന്നേറ്റു. എവിടെ അയാളെ കമീസ് എന്ന് ആരോ ഒരു കമീസ് കൊണ്ടുവന്നു. കഫം പൊടേന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടി അയാളെ കമീസ് ധരിപ്പിച്ചു. ഉമ്മയും മോനും അതുവരെ ചിരിച്ച ഉമ്മാക്ക് പിന്നെ സമാധാനം എന്നാ ചിരിച്ചിട്ട്, കരഞ്ഞിരുന്ന ഉമ്മാക്ക് ചിരിച്ചിട്ട് ബോധമില്ലാതെയായി. മോനും ഉമ്മയും കൂടി വളരെ ഉമ്മയും മോനും കൂടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകാനുള്ള സന്തോഷത്തിന് ഒരുങ്ങിയപ്പോൾ നാട്ടുകാർക്ക് ദേഷ്യം വന്നു. അങ്ങനെ പറ്റൂല, ഒരു മയ്യത്ത് കൊണ്ടുവന്നാല് ഒരു സമാധാനം ആവണമെങ്കിൽ അതിനെ കുഴിച്ചിടണം, ഇടയിൽ വെച്ചിട്ട് മയ്യത്ത് കട്ടിൽ പാത്രം ബാക്കിയാക്കിയിട്ട് അങ്ങനെ പോവാനൊന്നും ഞങ്ങൾ സമ്മതിക്കൂല. ഇഹ്മിൽ സരീർ, കട്ടിലെടുക്ക് എന്ന് പറഞ്ഞു. കട്ടില് നേരെ മയ്യത്തായി നടന്ന് കിടന്നിരുന്ന മനുഷ്യൻ കട്ടില് ഏറ്റിയിട്ട് അങ്ങനെ പോയി. മയ്യത്ത് ഇതുവരെ മയ്യത്ത് കട്ടിലിന്റെ പുറത്തായിരുന്നു. പിന്നെ എന്തായി, കട്ടില് മയ്യത്ത് തന്നെ ഏറ്റിയിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ആര് ചെയ്തു? സയ്യിദുനാ ഈസാ. ഈസാ നബി ചെയ്യുന്നത് ഈ ഉമ്മത്തിലെ ആര് ചെയ്യും? ഔലിയാക്കൾ ചെയ്യും. കാരണം ഉലമാ ഉമ്മത്തി കഅംബിയാഇ ബനി ഇസ്രാഈൽ. മനസ്സിലായില്ല? ഇസ്രായേലി സമൂഹത്തിലെ അമ്പിയാക്കളുടെ സ്ഥാനത്താണ് ഈ സമൂഹത്തിന്റെ ഉലമാ ആവുന്ന ഔലിയാക്കൾക്കുള്ളത്. ഉലമാക്കൾ തന്നെ ഔലിയാക്കള്. വലിയാക്കൾ എന്ന് പറഞ്ഞാൽ ഏതോ പച്ച പുറച്ച് നടക്കാന്നല്ല ഇതിന്റെ അർത്ഥം. നാഫിയ ഇൽമുണ്ടാവുക, ഇൽമില്ലാതെ ഒരാൾ വലിയാവും. ഇൽമാണ് വിലായത്തിന്റെ ബേസ്. ഇൽമില്ലാതെ വലിയനാവും. ഏതോ ഒരു പുറക്കാനൊന്നുമല്ല. പുറക്കാതിരിക്കലും ഒന്നും അല്ല വിഷയം. പുറക്കാതിരിക്കലും ഞാൻ എതിർക്കൊന്നുമല്ല. അതൊക്കെ നല്ല കാര്യമാണ്. പുറക്കലും സൗകര്യമുള്ളവർക്കൊക്കെ പുറച്ചോളൂ. ആലിമാണ് വലിയ. ആലിം വലിയ അല്ലെങ്കിൽ പിന്നെ വലിയ എന്നൊരാൾ ഇല്ല. ആലിമാണ് വലിയ. ആലിം വലിയ അല്ലെങ്കിൽ പിന്നെ വലിയ എന്നൊരാൾ ഇല്ല. ആലിമാണ് വലിയ. അല്ലാഹു അവരെ അംഗീകരിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു വിഷയമായ സംഗതിയെ അല്ല. വേറൊരു സംഭവം കാണാം. ബഹുമാനപ്പെട്ട ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ശിഷ്യന്മാരോട് കൂടെ യാത്ര പോവുക. ഒരു പുഴയുടെ അരികിലെത്തിയപ്പോൾ ഉണ്ട് ഒരു സ്ത്രീ ഇരുന്ന് കരയുന്നു. എന്ത് പറ്റിയെന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു, കഴിഞ്ഞ വർഷം ഈ ദിവസം ഞാനും എൻ്റെ മോനും കൂടി പുഴ മുറിച്ച് കിടക്കിയിരുന്നു. പെട്ടെന്ന് വെള്ളം കൂടുതൽ വന്നു. എൻ്റെ കുട്ടി ഒഴുകിപ്പോയി. കുട്ടി മരിച്ച ആണ്ടാണ്. എൻ്റെ കുട്ടിയുടെ ഖബർ ഈ പുഴയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് കുട്ടിക്ക് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ മനസ്സലിഞ്ഞു. വേഗം വെള്ളത്തിലേക്ക് ഇറങ്ങി നിന്നു. ഒരു കാലുകൊണ്ട് വെള്ളത്തെ ഒന്ന് തടഞ്ഞു. രണ്ടാമത്തെ കാലുകൊണ്ട് ഒറ്റ അങ്ങോട്ട് മറിച്ചു. ഇതല്ലേ എന്ന് വെച്ചു. ഒരു കൊല്ലം മുമ്പ് മരിച്ചുപോയ കുട്ടിയെ നേരെ എടുത്തു കൊടുത്തു. അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ട് വിശ്വസിക്കുന്നവർ വിശ്വസിച്ചാൽ മതി. എനിക്കിത് ഇപ്പോൾ പകലാണെന്നതുപോലെ ഉറപ്പാണ്. ഇപ്പോൾ പകലാണ്. ഞാനെന്ന് പറഞ്ഞാൽ വലിയ ഖുറാഫിയാണ്, നിങ്ങൾ അറിയില്ല. അങ്ങനെയാണ്. അങ്ങനെയുള്ളവർക്ക് ഈമാൻ ഉണ്ടാവുള്ളൂ. അള്ളാഹു ഈമാനുള്ള മുഅ്മിനീങ്ങൾ നമ്മളെ പെടുത്തട്ടെ. നിങ്ങൾ സൗകര്യമുള്ളവർ കൂടിയാൽ മതി. അങ്ങനെയാണ്, സൗകര്യമുള്ളവർ കൂടിയാൽ മതി. ഞങ്ങളങ്ങനെ മെല്ലെ 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 ഇങ്ങനെ കയറ്റി കൊണ്ടുപോകാൻ കുട്ടൻസിൽ ഇങ്ങനെ കയറ്റുകയാണ്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അപ്പോഴേ ഈമാൻ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ്, അതാണ് എൻ്റെ അടിസ്ഥാനം. അങ്ങനെയാണ്. ഇതൊന്നും എല്ലാം നിർബന്ധമില്ല. ആളുകൾ അംഗീകരിക്കണമെങ്കിൽ അംഗീകരിക്കാം. എനിക്കത് ഉറപ്പാണ്.
ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബം മരിച്ചു കിടക്കുന്ന ആളുകൾക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബത്തിന്റെ വല്യപ്പ മരിച്ചു കിടക്കുന്ന നായർ കുടുംബത്തിന്റെ തലയിൽ അടിച്ചിട്ട് ഹയാത്താക്കിയിട്ടാണ് പാണക്കാട്ട് അവർക്ക് ഭൂമി കൊടുത്തത്. അക്കാലത്തെ നാടുവാഴിയുടെ വകയായി അവിടെ മാളിക കെട്ടിക്കൊടുത്തു. പുതിയ മാളികക്കൽ എന്ന് മാളിക കെട്ടിക്കൊടുത്തു. ബഹുമാനപ്പെട്ടവർ അസില് മരിച്ചുപോയ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ ഒരു ദിവസം നേരം കൊടുക്കുമ്പോൾ നാട്ടിലെ പ്രധാനപ്പെട്ട നായർ കുടുംബത്തിലെ അംഗങ്ങൾ മരിച്ചെടുക്കുക. ആ മരിച്ചു കിടക്കുന്ന അംഗങ്ങളെ ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബത്തിന്റെ ആദ്യമായി വന്നിട്ടുള്ള ബഹുമാനപ്പെട്ടവർ വല്യപ്പ വടി കൊണ്ടടിച്ചട ഹയാത്താക്കി. അതിനുശേഷമാണ് അവർക്ക് പാണക്കാട് കുടുംബത്തിന്റെ താരീഖ വ്യക്തമായ താരീഖ. കഴിഞ്ഞ കൊല്ലം ആ വിഷയം ഞാൻ ഇവിടെ പറഞ്ഞു എന്റെ ഓർമ്മ. അതൊന്നും അള്ളാഹുവിന്റെ ആരിഫ്യങ്ങളെ ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയവുമല്ല. വേറെ ഒരു സംഭവം കാണാം. കുലിസ്ഥാനിൽ ബഹുമാനപ്പെട്ടവർ താമസിക്കവേ അന്ന ശൈഖനാ ലമ്മാ ഫറഗ ദാത യൗമിൻ മിൻ സ്വലാത്തി സുബ്ഹി ശക്കാ ഇലൈഹി റജുലുൻ ഹസീനുൻ അന്നൽ ഹാകിമ ഖതല ഇബ്നഹു ബിലാ മൂജിബി ഖുബ്ഹിൻ. അക്കാലം കുലിസ്ഥാൻ ഭരിച്ചിരുന്നത് ഒരു തമ്മാടിയായ ഭരണാധികാരിയായിരുന്നു. ആ തമ്മാടി പിന്നെ ബഹുമാനപ്പെട്ടവർ മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ട് വലിയ മഹാനാവുകയും വലിയ സ്വാലിഹാവുകയും ചെയ്തിട്ടുണ്ട്. അക്കാലത്ത് ആദ്യം അയാൾ തമ്മാടിയായിരുന്നു. അയാള് ഖാജ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അടുത്തേക്ക് സുബഹി നിസ്കരിച്ച് ഇറങ്ങുമ്പോൾ ഒരു ദിവസം ഒരാൾ വന്നിട്ട് പറഞ്ഞു, എന്റെ മകനെ രാജാവ് അക്രമമായി കൊലപ്പെടുത്തിയിട്ടുണ്ട്, കൊലപ്പെടുത്താൻ ഒരു ന്യായവുമില്ല, വെറുതെ കൊലപ്പെടുത്തി. ഫദഹബ ഇലൈഹി. അങ്ങനെ ആ മരിച്ചു കിടക്കുന്ന മകനെ കാണാൻ വേണ്ടി തന്റെ പുരുഷാരത്തിന്റെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഖാജ പുറപ്പെട്ടു. എന്നിട്ടോ വഖാല, അതിന്റെ അടുത്ത് എന്നിട്ട് തലയിലൊന്ന് തടവിയിട്ട് പറഞ്ഞു, ഇൻ കുന്ത മഖ്തൂലൻ ബിലാ ഇസ്മിൻ, കുറ്റല്ലാതെയാണ് എന്നെ കൊന്നതെങ്കിൽ ഫഖും ബിഇദ്നില്ല, എണീക്ക് അവിടുന്ന് പറഞ്ഞു. ഫഖാമ ഹയ്യാ, എണീറ്റു. ഒരുപാട് കാലം ജീവിച്ചു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതൊന്നും പ്രശ്നമില്ല, മരിച്ച ജീവിക്കുക അതൊന്നും പ്രശ്നമില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇന്നലെ ഞാൻ പറഞ്ഞു, പി കെ ബാബ മരിച്ചു എന്ന് വിധി എഴുതിയപ്പോൾ മരിക്കേണ്ടതായിരുന്നു, പക്ഷെ മരിക്കണില്ല, ഞാൻ ഹയാത്ത് മടക്കി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് MC മാഹിനാജിയോടാണ്. ആര് പറഞ്ഞു? MC മാഹിനാജി അടക്കമുള്ള ഒരു സംഘം ആളുകളോട് പറഞ്ഞു. ആര് പറഞ്ഞു? ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി പറഞ്ഞു. അവരൊന്നും മരിച്ചിട്ടില്ല, ഭാവി മരിച്ചിട്ടില്ല. മരിക്കും എന്ന് പറഞ്ഞ ഡോക്ടർ മരിച്ചു, അവരൊന്നും മരിച്ചിട്ടില്ല. അതൊന്നും വിഷയമല്ല. പറഞ്ഞത് ഇങ്ങനെയാ, മരിക്കേണ്ടതായിരുന്നു, പക്ഷെ തൽക്കാലം മരിക്കണില്ല, ഞാൻ ഹയാത്ത് മടക്കി കൊടുത്തിട്ടുണ്ട്, ഞാൻ ഹയാത്ത് മടക്കിയിട്ടുണ്ട്, പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടായ ഒന്നും മരിച്ചിട്ടില്ല. സി മോയിൻകുട്ടി സാഹിബിന്റെ ഭാര്യ മരിച്ചു എന്ന് ഉറപ്പിച്ചതാണ് എന്ന് വെള്ളം കൊടുക്കുന്ന നേരത്ത് ET മുഹമ്മദ് ബഷീർ എൻ്റെ അടുത്ത് വന്ന് എന്നെ കൂട്ടിയിട്ട് ചാലിയത്തേക്ക് പോയി. അന്ന് ചാലിയത്ത് CM അവിടെ വീട്ടിലുണ്ടായിരുന്നു. ചാലിയത്തെങ്കിലും CM-നോട് പോയിട്ട് നമുക്കൊന്ന് ദ്വാരപ്പിക്കാലോ എന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയി മോയിൻകുട്ടിനോട് ഒരുപാട് തവണ പറഞ്ഞു. സി മോയിൻകുട്ടിയുടെ ഇപ്പോഴുള്ള ഭാര്യ. അങ്ങനെ ചാലിയത്ത് ചെന്നപ്പോൾ പിന്നെ പറഞ്ഞു, എൻ്റെ ഭാര്യ മരിക്കണം, സക്രാത്തിലാണ്, മുഖത്ത് മുണ്ടിടേണ്ട താമസേ ഉള്ളൂ, എല്ലാവരും വന്നിട്ടുണ്ട്, കാര്യം അപകടത്തിലാണ് എന്ന് പറഞ്ഞു. എന്താന്ന് ചോദിച്ചു, ക്യാൻസർ ആണ്. അപ്പോൾ പറഞ്ഞു, ക്യാൻസർ ഉണ്ടായിരുന്നു, ഇന്ന് മുതൽ ഇല്ല, രോഗം ഞാൻ മടക്കിയെടുത്തിട്ടുണ്ട്, മരിക്കണില്ല, തൽക്കാലം പോയിക്കോന്നു. ആ പെണ്ണൊന്നും മരിച്ചിട്ടില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോക, വേഗം അങ്ങനെ പോവാം. ഇതിനോട് സി മോയിൻകുട്ടി പറഞ്ഞതാണ്. എന്റെ മക്കളെക്കാൾ കൈക്കരുത്തിന്റെ ഭാര്യക്കാണെന്ന് സി മോയിൻകുട്ടിനോട് പലവട്ടം പറഞ്ഞു. അള്ളാഹുവിന്റെ തൗഫീഖ്. അതങ്ങനെ ചില മനുഷ്യന്മാരാ. അവരൊരു വാക്ക് പറഞ്ഞാൽ അള്ളാഹ് നടത്തി കൊടുക്കുമെന്ന് പറഞ്ഞാല് നിസാരപ്പെട്ട ഏതോ വാക്കല്ല അവര് പറയാ. അവര് വാക്ക് പറയാതാ, മരിക്കണില്ല അതാണ് പറഞ്ഞാൽ. ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാർ റഹ്മഹുള്ളാഹിയുടെ അടുത്തേക്ക് ഒരാൾ ചെന്നു, കുട്ടിയില്ല, കുട്ടി വേണമെന്ന് പറഞ്ഞു. കുട്ടി ഉണ്ടാവും എന്ന് പറഞ്ഞു. പിന്നെയും ചെന്നു, കുട്ടിയുണ്ട്, അന്യായം ഇനി പറയരുത്, കുട്ടി ഉണ്ടാവും. പിന്നെ അയാൾ ഇടക്കിടക്ക് പോയി നിന്നിട്ട് വിഷമിച്ച് മടങ്ങിപ്പോരും, കുട്ടി ഉണ്ടായില്ല. ഇത് കാണുമ്പോൾ ബഹുമാനപ്പെട്ട ശൈഖ് അവർകൾ ചിരിക്കുകയും ചെയ്യും. 13 കൊല്ലം കഴിഞ്ഞു, കുട്ടി ഉണ്ടായില്ല. 13ാമത്തെ കൊല്ലം അയാൾക്ക് തന്റെ ഭാര്യയിൽ ഫാഹിഷത്ത് ബോധ്യപ്പെട്ടു. ഭാര്യയെ തൊലാക്ക് ചൊല്ലി പുതിയ കല്യാണം കഴിച്ചു. അക്കൊല്ലം കുട്ടി ഉണ്ടായി. എന്റെ ശൈഖ് ചിരിച്ചത്, നിന്റെ പാത്രം മാറ്റണം എന്നാണ് അതിന്റെ വായന. ഇത് കറാമത്തിന്റെ കുട്ടിയാണ്, അത് ത്വഹാറത്തില്ലാത്ത ഗർഭപാത്രത്തിൽ പടച്ചം കൊടുക്കില്ല എന്നാണ് എന്റെ സാരം. ചിന്തിക്ക്, ഇത് അനുഭവ സാക്ഷിയാണ് എന്നോട് പറഞ്ഞത്. അനവധി സംഭവങ്ങൾ. മരിക്കണില്ല.
അതൊന്നും വിഷയമല്ല. എന്റെ നാട്ടിന്റെ പരിസരത്തുള്ള ഒരാളെ തൂക്കിക്കൊല്ലാൻ പിടിച്ചു. തൂക്കിക്കൊല്ലാൻ തൂക്കുമരത്തിലെ ഡേറ്റ് നിശ്ചയിച്ചു. ബാപ്പ നേരെ പാണക്കാട്ട് PMSA പൂക്കോയുടെ അടുത്തേക്ക് ചെന്നു. തൂക്കിക്കൊല്ലാൻ എന്റെ കുട്ടിയെ തൂക്കിക്കൊല്ലാൻ ഡേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട് തങ്ങളാപ്പ എന്ന് പറഞ്ഞു. അപ്പോൾ തങ്ങളാപ്പ കുറച്ചു നേരം അങ്ങനെ ഇരുന്നു. തൂക്കിക്കൊല്ലുന്നില്ല, തൽക്കാലം തൂക്കിക്കൊല്ലുന്നില്ല. മൊയ്തീന് വിടാൻ തന്നെയാണ് കേന്ദ്രത്തിന്റെ തീരുമാനം. പോയിക്കൊള്ളുക. ഏതാ കേന്ദ്രം? കേന്ദ്രം അവിടെയല്ല, കേന്ദ്രം അവിടെയാണ്. ആ മൊയ്തീൻ ഇന്നലെ വരെ മരിച്ചിട്ടില്ല. ഇത് ഉറപ്പിച്ചിട്ട് അവിടെ പോയി കുത്തി മറിഞ്ഞാൽ മതി. വെറുതെ ഈമാൻ ഇല്ലാതെ മറിയാണ്ട് പോയിട്ട്. ഈമാൻ വേണം മനുഷ്യന്റെ തലയ്ക്ക്. അല്ലാഹു തആലാന്റെ ഇബാദത്തിന് കഴിയാത്തൊരു കാര്യമല്ല. അവര് പ്രശ്നമല്ലൊരു കാര്യം. നടക്കുന്ന നടന്നിരിക്കും. ആരാണ് അവർക്ക് പ്രശ്നമുള്ള കാര്യം? മരിക്കുന്ന ആളുകളെ ജയിപ്പിക്കാറുള്ള ഒരു പ്രശ്നമുള്ള കാര്യമല്ല. കാര്യപ്പെട്ട വല്ല വർത്തമാനം ഉണ്ടെങ്കിൽ പറയും. മരിച്ചാൽ ജയിപ്പിക്കലൊന്നും ഔലിയാക്കന്മാർക്ക് പ്രശ്നമുള്ള കാര്യമല്ല. എന്ത് എന്നവർക്ക് വിഷയം തന്നെ. കാരണം അല്ലാഹു തആല അവർക്ക് അങ്ങനത്തെ കഴിവുകളെ കൊടുക്കുക. അങ്ങനെ ബഹുമാനപ്പെട്ടവർ, നീ വെറുതെയാണ് നീ എത്ര സംഭവം. ഒരാള് ഈ ഇസ്രായേലി സമൂഹത്തിൽ ഒരു കൊലപാതകം നടന്നു. ഒരാളുണ്ട് ഇസ്രായേലിയുടെ വേറൊരു ഇസ്രായേലിയെ പഠിക്കൽ കൊന്നിട്ടിട്ടുണ്ട്. കൊലപാതകയെ അറിയൂല, കൊലയാളിയെ അറിയൂല. ഈ മൂസനബിയുടെ അരികിൽ വന്നു. മൂസനബി ചിരിച്ചു. ഒരു പോത്തിനർത്തോളൂ, ഒരു പശുവിനർത്തോളൂ. അങ്ങോട്ട് ചൂടായി ജനങ്ങൾ. ഞങ്ങളെ കൂട്ടത്തില് ഒരാളെ കൊന്ന കാര്യം പറയുമ്പോ നീ പശുവിനറുക്കാൻ പറഞ്ഞ് ഞങ്ങളെ കളിയാക്കുക. അപ്പോൾ പറഞ്ഞു അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ. ജാഹിലീങ്ങളുടെ സ്വഭാവം എനിക്കുണ്ടാവില്ല. കളിയാക്കൽ ജാഹിലീങ്ങളാണ് എന്നും ഇതിന് മനസ്സിലാക്കാം. ഞാൻ ജാഹിലീങ്ങളെ കൂട്ടത്തിൽ പെടൂല എന്ന് പറഞ്ഞു. എന്നാ പിന്നെ അറക്കല്ലേ എന്നൊന്ന് അറുത്തു. ഇനി എന്താ വേണ്ടത് മൂസ വെച്ചു. ഒരു കൊലപാതകം നടന്നിട്ട് മയ്യത്തോടെ കിടക്കുക. അപ്പോഴാ പറയുന്നത് ഒരു പോത്തിനർത്തോളൂ, ഒരു പശുവിനർത്തോളൂ. പശുവിനർത്തു. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചു. നല്ലതിന്റെ വാൽക്കുറ്റി മുറിച്ചോളൂ. വാൽക്കുറ്റി മുറിച്ചു. ഇനി എന്താ വേണ്ടത് മൂസ വെച്ചു. ആ വാൽക്കുറ്റി കൊണ്ട് ഒരു അടിയം കൊണ്ട് കൊടുക്കുക. മരിച്ചെടുക്കുന്ന ആൾക്ക് വാൽക്കുറ്റി കൊണ്ട് പശുവിന്റെ വാൽക്കുറ്റി എടുത്തിട്ട് ഒരു അടിയം കൊണ്ട് കൊടുത്തു. ഇയാൾ കണ്ടിട്ട് ഉമ്മ കാത്തിരിക്ക, ആരാ നിന്നെ കൊണ്ടെന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു ഇബ്ന അഖീ, എന്റെ ഏട്ടന്റെ 2 മക്കളാണ് എന്ന് പറഞ്ഞു. കാരണം അങ്ങനെയാണ്. ഇയാൾക്ക് ഒരു ഏട്ടനുണ്ട്. ഇയാൾക്ക് മക്കളുണ്ടായിരുന്നില്ല. ആകെ ഇയാളുടെ ഏട്ടന്റെ മക്കളെ ഉണ്ടായിരുന്നുള്ളൂ. ഇയാൾ മരിച്ചാൽ സ്വത്ത് അവർക്ക് എടുക്കാമായിരുന്നു. ഇയാൾ മരിച്ചു കിട്ടാതെ അവർ കുഴങ്ങിപ്പോയി. അതുകൊണ്ട് എന്ത് ചെയ്തു? വേഗം ഇയാളെ സൈഡാക്കി. അപ്പോൾ ഇസ്രായേലികളിലാണ് ആദ്യത്തെ നിയമം വന്നത്. ആരെങ്കിലും ഒരാളുടെ കൊലപാതകത്തിന് കാരണമായാൽ അയാൾക്ക് അനന്തര സമ്പത്ത് ഉണ്ടാവുകയില്ല എന്ന നിയമം വന്നത് ഈ സംഭവത്തിലാണ്. ഖാത്തിലിന്, കൊലപാതകയ്ക്ക് അനന്തരം ഉണ്ടാവില്ല എന്ന നിയമം ലോകത്താദ്യമായി ഉണ്ടായത് ഇസ്രായേലികൾക്ക്. കാരണം ഈ സംഭവം തെളിയിച്ചത് മൂസാ നബി അങ്ങനെയാണ് അലൈഹിസ്സലാത്തു വസ്സലാം. അത് വിചാരിച്ചിട്ട് നാട്ടിൽ എവിടെയെങ്കിലും ഒരു കൊലപാതകം ഉണ്ടായാൽ എന്നാ നമുക്ക് പോത്തറുത്താൻ മതിയല്ലോ എന്ന് വിചാരിക്കണ്ട. പോത്ത് അറുത്താലൊക്കെ മതി. അതിന് ആർക്കാൻ പറ്റിയ ആണുങ്ങൾ ഉണ്ടാവണം. ഈ അർത്ഥമുണ്ട് ജനമഹയാത്താക്കി കൊള്ളുന്നില്ല. ഈ അർത്ഥത്താൽ പോത്തും കൂടി മരിച്ചു എന്നല്ലാതെ ഒരു ഉപകാരം ഉണ്ടാവില്ല. എന്നെ പോലത്തെ വേറൊരു പോത്തും കൂടി പോയി എന്നല്ലാതെ ഒരു ലാഭത്തിലില്ല. അത് നമ്മൾ ചിന്തിക്കണം. അപ്പൊ ഇവിടെ അടിസ്ഥാനപരമായി അള്ളാഹുവിന്റെ മുത്തഖീകളായ ഇബാദിന് അതൊന്നും പ്രശ്നമില്ല, ഒന്നുമില്ല. ബഹുമാനപ്പെട്ട ഇത് തന്നെ ഒരു താരീഖ് പറയുന്നുണ്ട്. ഗർഭം പിടിച്ചതിന്റെ 4 മാസം മുതൽ വയറ്റുന്ന തസ്ബീഹ് ഞാൻ പലതവണ കേട്ടിട്ടുണ്ട്. എന്റെ കുട്ടി തസ്ബീഹില്ല, കലിമ ചൊല്ലുന്നത് കേട്ടു. എന്റെ കുട്ടി എന്റെ കുട്ടി കലിമ ചൊല്ലുന്നത് ഞാൻ കേട്ടു. എന്റെ കുട്ടിയെ ഞാൻ പ്രസവിച്ചു. സുജൂദിലാണ് എന്റെ കുട്ടി കിടക്കുന്നത് ഞാൻ കണ്ടത്. അല്ലാഹു തആല പ്രത്യേകമായ കഴിവ് നൽകി. അങ്ങനെയൊക്കെ ഉണ്ടാവും. ഉമ്മയുടെ വയറ്റിൽ തന്നെ വിലായത്ത് ബോധ്യപ്പെടുത്തിയ മഹാന്മാരുണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ അതൊക്കെ അവർക്ക് എളുപ്പം. ഉമ്മയുടെ വയറ്റിന് അല്ലാഹു തആല അല്ലാഹു സുബ്ഹാനഹു വ തആല വിലായത്തിന് അധികാരം കൊടുത്തവരുണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി അടിമാ ദുനിയാവിൽ ഇറങ്ങുവാനായിട്ട് അല്ലാഹുടെ കേട്ടരേ മുളിന്തോവർ സ്വർഗം എനിക്കും എൻ വയ്യാൽ തുടർന്നോർക്കും സുഖത്തോടെ തന്നാലേ ഇറങ്ങാം ഞാൻ എന്നോവർ. ഉമ്മയുടെ വയറ്റിൽ വെച്ച് അല്ലാഹു പറഞ്ഞു എന്ന്. ഉമ്മയുടെ വയറ്റിന്റെ ഉള്ളിൽ അപ്പോഴും അല്ലാഹുവിനോട് പറഞ്ഞു, നിന്റെ കൂടെ പോരുന്നവർക്കൊക്കെ നീ സ്വർഗം തരണം എന്ന് ഒരു കണ്ടീഷൻ ഉണ്ട്. അല്ലാഹു തആല സ്വീകരിക്കും. എന്തുകൊണ്ട്? അങ്ങനെയൊക്കെ അതിനു മുമ്പ് തന്നെ മാബൂദും തമ്മിൽ വർത്താനം പറഞ്ഞിട്ടില്ലേ? പിന്നെന്താ ഇത്? അങ്ങനെ ഉണ്ടാവും മുസ്ലിയാരെ. എടോ അതെന്താടോ പ്രശ്നം? വയറ്റിന് വർത്താനം പറയുന്നത് എന്താ പ്രശ്നം? വയറ്റിന് കെലിമയില്ലെങ്കിൽ എന്താ പ്രശ്നം?
അതിന്റെ മുമ്പ് കെലിമ ചൊല്ലിയിട്ടില്ലേ? അർവാഹിന്റെ ലോകത്ത് ആയിരക്കണക്കായ കൊല്ലങ്ങൾക്ക് മുമ്പ് കെലിമ ചൊല്ലിയിട്ടില്ലേ? പിന്നെ കാലു മാറിയതല്ലേ കുറെ ആളുകൾ? എല്ലാവരും കെലിമ ചൊല്ലിയിട്ടില്ല അർവാഹിന്റെ ലോകത്ത്. അപ്പൊ ആയിരക്കണക്കായ കൊല്ലങ്ങൾക്ക് മുമ്പ് അള്ളാഹുമായി മുനാജാത്ത് ചെയ്ത മഹബൂദിന്റെ വയറ്റിൽ വെച്ചത് ചെയ്യാനുള്ള അവർക്ക് പ്രശ്നമുള്ള കാര്യമല്ല. കാരണം അവർക്ക് ആ ബോധം പിന്നെ വിട്ടുപോകൂല. അള്ളാഹുമായുള്ള വലിയ ഒരു സാഹിബത്തിലായിരിക്കും അവരുണ്ടാവുക. അള്ളാഹു അവരുടെ കൂടെ കൂടെ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെയാ 90ാമത്തെ വയസ്സിലാ വിവാഹം ചെയ്യുന്നത്. അത് മുസ്തഫ നബി കൽപ്പിച്ചു, സുന്നത്തു നിക്കാഹ് മറന്നു പോകരുത്. ഇതിനിടയിൽ ജീവിക്കാൻ മറന്നിട്ട് സുന്നത്തു നിക്കാഹ് മറക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങനെ ബഹുമാനപ്പെട്ടവർ കല്യാണം കഴിച്ചു. കല്യാണത്തിൽ ബഹുമാനപ്പെട്ടവർക്ക് ഒരു പെൺകുട്ടിയും 3 ആൺകുട്ടിയും ഉണ്ടായി. വേറെയും ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട്. ബീബി ഇസ്മ എന്ന പേരിൽ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അതിലൊരു കുട്ടി ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അതൊക്കെ 90 വയസ്സിന് ശേഷമാണ്. 2 കല്യാണം കഴിച്ചു. ഒന്നിൽ 2 കുട്ടിയും ഒരു പെൺകുട്ടിയും 3 ആൺകുട്ടികളുണ്ടായിരുന്നു. ബീബി ഇസ്മ എന്ന ഒരു രാജകുമാരി അള്ളാഹുവിന്റെ ദീൻ സ്വീകരിച്ച് തന്റെ ശരീരം അവർക്ക് ഹിബത്ത് നൽകി. അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിൽ കുട്ടി ഉണ്ടായിരുന്നു. അതൊക്കെ 90 വയസ്സിന് ശേഷമാണ്. നമ്മൾ ചിന്തിക്കണം. 102 വയസ്സിലാണ് മരിച്ചതെന്നാണ് പ്രധാനപ്പെട്ടവരുടെ അഭിപ്രായം. 96ലാണ് മരിച്ചത് എന്നും അഭിപ്രായമുണ്ട്. 102ആയ താരീഖായിരിക്കും ഏറ്റവും സ്പഷ്ടം എന്നാണ് പ്രധാനപ്പെട്ട താരീഖിന്റെ ഇമാമിങ്ങൾ പറയുന്നത്. ഞാൻ വിശദീകരിക്കുന്നില്ല. എണ്ണിയാലൊടുങ്ങാത്ത കറാമാത്തുകൾ. അഗ്നി ആരാധിക്കുന്ന ആളുകളുടെ അരികിൽ ചെന്നിട്ട് അഗ്നിയെ നിങ്ങൾ പേക്ഷിക്കണം, നിങ്ങൾ നരകത്തെ പേടിച്ചോളൂ, അള്ളാഹുവിലേക്ക് മടങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ അഗ്നി ആരാധകർ പറഞ്ഞു, ഞങ്ങൾക്ക് നരകത്തെ പേടി ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ അഗ്നി ആരാധിക്കുന്നത്, എന്നാൽ നരകം പരലോകത്ത് ഞങ്ങളെ സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഹാജ അവരോട് ചോദിച്ചു, എന്നാൽ നിങ്ങൾ അഗ്നിയിൽ പ്രവേശിക്കും. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ അഗ്നിയിൽ പ്രവേശിച്ച അഗ്നി ഞങ്ങളെ കരിച്ചു കളയല്ലോ. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ ആരാധിക്കുന്ന അഗ്നി ഇവിടെ വെച്ച് നിങ്ങളെ കരിച്ചു കളയുന്നുണ്ടെങ്കിൽ മറ്റൊരു ലോകത്ത് വെച്ച് നിങ്ങളെ കരിച്ചു കളയില്ല എന്ന് എന്തുറപ്പുള്ളത്? തീർച്ചയായും കരിച്ചു കളയല്ലേ വേണ്ടത്. ഇനി എന്നെ കണ്ടോളൂ എന്ന് പറഞ്ഞു. അഗ്നി ആരാധകനായ വലിയ ജോത്സ്യന്റെ മകനെയും കൂട്ടിപ്പിടിച്ച് ഒറ്റ നടത്തം അഗ്നിയിലൂടെ അങ്ങോട്ട് നടന്നു. സയ്യിദ്ന ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ചിശ്തിയിൽ ജമീരി അഗ്നിയിൽ ഇറങ്ങി വന്നപ്പോൾ കുട്ടിയെ അച്ഛനും കൂട്ടുകാരും പിടികൂടി. എന്താണ്ടായിരുന്നു? ഒരു പോറലേറ്റിട്ടില്ല. ഞാൻ മഹാ അത്ഭുത ലോകങ്ങൾ മുഴുവനും കണ്ടു എന്ന് കുട്ടി പറഞ്ഞു. ആ കുട്ടിക്ക് പിന്നെ ബഹുമാനപ്പെട്ട ഖാജ ഉടനെ ആ കുട്ടി അള്ളാഹുവിന്റെ ദീൻ സ്വീകരിച്ചു. ആ കുട്ടിക്ക് ഖാജ പിന്നെ ഇബ്രാഹിം എന്ന് പേര് കൊടുത്തു. നിങ്ങൾ ചിന്തിക്കും. ഉടനെ ജ്യോത്സ്യന അഗ്നി ആരാധകൻ മാറി. ഇങ്ങനെ അനവധി സംഭവങ്ങൾ ബഹുമാനപ്പെട്ട ഖാജയുമായി ബന്ധപ്പെട്ട അനവധി സംഭവങ്ങൾ കാണാവുന്നതാണ്. എല്ലാ വർഷവും എല്ലാ രാത്രിയും മക്കത്ത് പോകുമായിരുന്നു ബഹുമാനപ്പെട്ടവർ. അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. എല്ലാ രാത്രിയിലും ബഹുമാനപ്പെട്ടവർ കഅബാലയത്തിലേക്ക് എല്ലാ കൊല്ലം ഹജ്ജിൽ പങ്കെടുക്കും. അള്ളാഹിന്റെ പ്രത്യേകമായ അടയാളങ്ങളിലൊക്കെ ബഹുമാനപ്പെട്ടവർ നിൽക്കുന്നത് പലരും കാണും. അതെല്ലാവരും ഹജ്ജാജികൾ വന്ന് പറയുമ്പോഴേ അവരറിയുള്ളൂ, പിന്നെ ആരും അറിയില്ല. നേരത്തെ ഹജ്ജിൽ പങ്കെടുക്കും. ഇശ കഴിഞ്ഞാൽ നേരെ താൻ ഒറ്റക്ക് താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ട് കയറി പോകും. ആ സ്വഭാവം ബഹുമാനപ്പെട്ട CM-നും ഉണ്ടായിരുന്നു. രാത്രിയായ ഒരു ഒറ്റക്കിരുത്തം, 10 മണിയായ വാതിലടക്കും, പിന്നെ ഒറ്റക്കിരിക്കും. കഅബയുടെ അടുത്തേക്ക് എല്ലാ രാത്രിയും പോവും. നേരെ നേരെ വിളിക്കുന്ന സുബഹിക്ക് മുമ്പ് തന്നെ അങ്ങോട്ട് മടങ്ങി വരും ചെയ്യും. അതൊക്കെ പതിവായിരുന്നു. അതൊന്നും അവർക്ക് വിഷയമല്ല. അള്ളാഹു അവർക്ക് നൽകിയിട്ടില്ല. അകലം എന്നത് അവർക്കൊരു പ്രശ്നമേ അല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞില്ല. فلما رآه مستقرا عنده قال هذا من فضل ربي. വലിയ ഒരു ഒറ്റക്ക് വരല്ല, പോവുമല്ല, ഒരു സിംഹാസനം, ഒരു വലിയ സിംഹാസനം ഞൊടിയിട കൊണ്ട് കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ഞാൻ സഭയിൽ നിന്ന് ഫലസ്തീനിലേക്ക് 1000കണക്കിന് കിലോമീറ്ററുകൾ മറികടന്ന് എത്തിക്കാൻ എനിക്ക് കഴിയുമെന്ന് ആസഫ് ഇബ്നു ബർഖിയ റളിയല്ലാഹു അൻഹു
ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ ആസബ് ബിൻ ബർഖിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്ന് അവർക്ക് വിഷയമല്ല, എല്ലാ രാത്രിയിലും പോയി വരും, അങ്ങനെയൊക്കെ ഉണ്ടാവും, അന്ന് അവർക്ക് വിഷയമല്ല, അതൊന്നും അവർക്ക് പ്രശ്നമല്ല. കൂട്ടിലങ്ങാടി പാലത്തിന്റെ ചോട്ടിലേക്ക് ഇറങ്ങി നിൽക്കും ആര്? ബഹുമാനപ്പെട്ട ബീരാനോലെ പാപ്പ റഹിമഹുല്ലാഹ്. മലപ്പുറത്തേക്ക് ചന്തക്ക് പോകുന്നവരെ മുഴുവനും വിളിക്കും, ചായ കുടിക്കാൻ പോയിരിക്കല്ലോ, വീട്ടിൽ ഭക്ഷണമൊന്നും ഇല്ലാതെ വരികയായിരിക്കും, വരൂ വരൂ, സർക്കാരിന്റെ ചായ ഉണ്ട്, വരൂ വരൂ എന്ന് പറയും. കൂട്ടിലങ്ങാടി പാലത്തിന്റെ ചോട്ടിലേക്ക് യാത്രക്കാരെ മുഴുവനും വിളിച്ചിറക്കും. ഓരോ കൊപ്പ അങ്ങനെ 1 നമ്പർ ചായ, കലക്കം വെള്ളം വിളിച്ചു വരിക. മനസ്സിലായില്ല? അനുഭവ സാക്ഷികൾ എത്രയുണ്ട്, അനുഭവ സാക്ഷികൾ നേരിട്ട് എന്നോട് പറഞ്ഞു, അനുഭവ സാക്ഷികൾ നേരിട്ട് എന്നോട് പറഞ്ഞു. എന്റെ വല്യപ്പ അനുഭവ സാക്ഷി. മനസ്സിലാവില്ല? അങ്ങാടി പാലത്തിന്റെ മുകളിലൂടെ പോകുന്നവരെ വിളിച്ചിറക്കി കൊണ്ടുവരിക. രാവിലെ ചായ കുടിക്കാതെ പോവല്ലേ, എന്തെങ്കിലും കുടിച്ചു പോയിക്കോളൂ, സർക്കാരിന്റെ ചായ ഉണ്ട്, പൈസ കൊടുക്കണ്ട, അങ്ങനെ പറയാം. സർക്കാർ ആരാ? ചമ്പുരാനാ സർക്കാർ. നേരെ കോപ്പയുണ്ട് ഇങ്ങനെ മുക്കാണ്ട് ചൂടുള്ള ചായ, പച്ചവെള്ളം, കർക്കിടക മാസത്തിലെ കലക്കം പോലെ ഒലിച്ചു വരിക. അത് നേരെ കോപ്പയിലെടുത്താൽ ചൂടുള്ള ചായ അങ്ങോട്ട് കൊടുക്കും. അങ്ങനെയാണ്. നേരെ കൂട്ടിലങ്ങാടി വലിയ ബുദ്ധിമുട്ടുള്ള ആളുകളോട് പറയും, യാത്രക്കാർ കുഴങ്ങിയവരുണ്ടെങ്കിൽ സർക്കാരിന്റെ പൈസ ഉണ്ട്, കൊണ്ടുപോയിക്കോളൂ. പാലത്തിന്റെ ചുവട്ടിൽ മണ്ണിങ്ങനെ മാണ്ടിയിട്ട് നാണയത്തിന്റെ തൊട്ട് ഇങ്ങനെ വലിച്ചെടുക്കും. കൊന്നാര് മക്കാമിലെ വന്നു ബഹുമാനപ്പെട്ട ബീരാനോലെ പാപ്പ. മക്കാമിലെ തിങ്കളാഴ്ച രാവിലെ ഒരു മൗലിദ് ഉണ്ട്, ഇന്നത്തെ മൗലിദിന്റെ ചീരണി എന്റെ വകയാണ് എന്ന് മൗലിയ പാപ്പ പറഞ്ഞു. മുക്രികാക്ക് ബേജാറ്, വേറുള്ളവരെ ചീരണി മുടങ്ങും ചെയ്യും, ചീരണിയോട് കിട്ടൂല്ല. അങ്ങനെ വൈകുന്നേരം ഇടക്കിടക്ക് ഇങ്ങനെ മൊല്ലാക്ക ചെന്ന് ചോദിക്കും, അല്ല ചീരണി ഒരു പാപ്പ ചീരണി. അപ്പോൾ മകരിവിന്റെ വാങ്ങ് കൊടുത്തപ്പോൾ പറഞ്ഞു, ആ കാഞ്ഞരത്തിന്റെ ചുവട്ടിൽ പോയി നോക്ക്, ആ അടിക്കുറ്റിന്റെ തൊട്ടടുത്ത് ഇല അങ്ങനെ അട്ടിയായിക്കൊള്ളുന്ന ഭാഗമുണ്ട്, ഒരിലയാണ് മാറ്റിക്കോളൂ, അവിടെ ഉണ്ട്, ഒരു നോട്ടെടുത്താൽ മതി, കൂടുതൽ എടുക്കരുത് എന്ന് പറഞ്ഞു. നേരെയാണ് പോയി. കൊന്നാരുണ്ടായ സംഭവം, ഈ കൊന്നാരുണ്ടായ സംഭവം. അതിന്റെ അനുഭവ സാക്ഷികൾ ഇന്ന് ജീവിച്ചിരിക്കുന്നു. നേരെ ഇയാൾ മൊല്ലാക്ക മകരി നിസ്കരിച്ചിട്ട് ചെന്നു. നേരെ ഒരു ഇലയുടെ മകൾക്ക് നോട്ടിന്റെ കെട്ടുണ്ട്, ഒന്നെടുത്തു. അവര് ഒരു 10 അന്ന് ഒരു 10 നോട്ട് മതി, ഒരു ചാക്ക് അവലും ശർക്കരയും ഒക്കെ കിട്ടാൻ. ശർക്കര അവലും ഒക്കെ കുഴച്ച് കൊണ്ടുവന്ന് എല്ലാവരും ചീരണി. മൊല്ലാക്കൊക്കെ പിന്നെ കടന്നുറങ്ങിയിട്ട് ഉറക്കം വന്നില്ല. കാരണം ആകെ മൊല്ലാക്കൊക്കെ 10 റുപ്യ ശമ്പളമല്ല മാസത്തിൽ, ഇത് നോട്ടിനെ കെട്ട് ഇങ്ങനെ കിടക്കുക. അതുകൊണ്ട് രാത്രി എല്ലാവരും ഉറങ്ങിയപ്പോ മൊല്ലാക്കൊണ്ട് പോയി നോക്കി, ബാക്കിയുള്ള പൈസ എടുക്കാലോ എന്ന് വിചാരിച്ചു. ചെന്നപ്പോ കൈ തട്ട് തന്നെ നേരെ കാഷ്ടത്തിലേക്കാ. വാസനിച്ചിട്ട് 4 ദിവസം കഴുകിയിട്ട് മൊല്ലാക്കന്റെ വാസന പോയില്ല. സാധനം പറയാ. അങ്ങനെ കണ്ടോ? അതൊന്നൊരു വിഷയം തന്നെ എല്ലാവർക്കും. അങ്ങനെ എത്രയോ ആളുകൾ മണ്ണാത്തി പെണ്ണ് ആകെ ചിരങ്ങി പിടിച്ച് തകർന്ന് നാശമായിട്ട് വന്നു. എന്റെ രോഗം മാറണമെന്ന് വെച്ചു. പറഞ്ഞു കേൾക്കുന്നു. അള്ളാനെ വിശ്വസിച്ചു. ആ പെണ്ണിന് ഇനി മണ്ണാത്തി പണിക്കൊന്നും പോകണ്ട, നീ ഒരു മൂലയിൽ ഇരുന്നാൽ മതി, നിനക്ക് ആവശ്യമുള്ള നാട്ടുകാർക്ക് ആവശ്യമുള്ള ഒന്നും എന്റെ കാൽക്കൽ വരുന്നുണ്ടാവും. ഒരു വെള്ളം ഊരി കൊടുക്കാനുള്ള ഒരു സമ്മതമാണ് കൊടുത്തു. ആ പെണ്ണ് വെള്ളം ഊരി കൊടുത്തവർക്ക് എല്ലാ രോഗവും മാറി. ഏത് രോഗം നോക്കണ്ട, എല്ലാം മാറി. കിട്ടുന്ന പൈസകൾക്ക് മുഴുവനും ആ പെണ്ണ് ഭൂമി അങ്ങോട്ട് വാങ്ങിക്കൂട്ടി. ചെർപ്പളശ്ശേരി, നെല്ലായ, പട്ടാമ്പി മുതൽ ചെറുകര അങ്ങോട്ട് പോയാൽ ആ ഭാഗത്ത് കണക്കുന്ന 100 കണക്കിന് ഏക്കറ ഈ പെണ്ണിൻ്റെതാ. അത് മുഴുവനും വാരി വലിച്ച് ആ പട്ടാമ്പിയുടെ റോഡ് സൈഡ് കാണിക്കുന്ന ആ പൊന്നിന്റെ വിലയുള്ള ഭൂമി മുഴുവനും ഈ പെണ്ണിൻ്റെതാ. ഈ പെണ്ണ് എന്ത് ചെയ്തു? ഈ പെണ്ണ് ഈ ഫാത്തിമ എന്ന പേര് സ്വീകരിച്ച ഈ പെണ്ണ് എന്ത് ചെയ്തു? ഇത് മുഴുവനും വെള്ളം മൂടി കൊടുത്തിട്ട് ജനങ്ങൾ തരുന്ന പൈസക്ക് ഭൂമിയാണ് വാങ്ങിക്കൂട്ടി. ഏക്കരകൾ എമ്പാടുമുണ്ടായി. അവസാനം എന്ത് ചെയ്തു? ബഹുമാനപ്പെട്ട പൊട്ടച്ചര അൻവരിയ അറബി കോളേജ് എന്ന പേരിൽ ഒരു സ്ഥാപനം ഉണ്ടാക്കി. അതിന് വഖഫ് ചെയ്തിട്ട് അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് സാധാരണ കുട്ടികൾക്കുള്ള ഒരു ഭക്ഷണവും കഴിച്ചിട്ട് മരിച്ചുപോയി ഫാത്തിമ ബീവി. ആരുടെ കാരണത്താൽ? ബഹുമാനപ്പെട്ട ബീരാനോലെ പാപ്പ ആ സ്ഥാപനത്തിൽ പഠിച്ച വിദ്യാർത്ഥിയാണ് ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് ഔലിയാക്കന്മാരെ കഥ എന്ന് പറഞ്ഞാൽ നമ്മൾ മെനക്കേണ്ട കാര്യമല്ല. അവരങ്ങനെ ഒരു കൂട്ടരുണ്ട്. അത് ഈമാനുള്ള കൗമാണ്. അവർ ഈമാനോടുകൂടി അമല് ചെയ്യുന്നവരാണ്. അവർക്കൊരു വിഷയവുമില്ല. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്കൊരു പ്രശ്നവുമില്ല, ഒന്നുമില്ല. അവരെ ഒരു കാര്യവും ബാധിക്കണില്ല.
ഒരിക്കൽ ബഹുമാനപ്പെട്ട ഔറംഗസീബ് റഹ്മത്തുള്ളാഹി അലൈഹി അജ്മീറിലേക്ക് സിയാറത്തിന് വന്നു. സിയാറത്ത് കഴിഞ്ഞിറങ്ങിയപ്പോൾ ഒരു വൃദ്ധൻ വന്നിട്ട് കണ്ണുപൊട്ടം മണ്ണ് പറഞ്ഞു, കുറെ കാലമായിട്ട് ഞാനിവിടെ കൂടുകയാണ്, എനിക്ക് പിന്നെ കണ്ണ് കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ദുആ ചെയ്തിട്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഔറംഗസീബ് റഹ്മത്തുള്ളാഹി അലൈഹി ദേഷ്യം വന്നു. ആയിക്കോട്ടെ, ഇത്ര കാലം ഖാജയുടെ മഖബറയിൽ സിയാറത്ത് ചെയ്തിട്ട് നിങ്ങൾക്ക് കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി ദുആ ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഖാജക്കും അള്ളാഹ്ക്കും ഒന്നും നിങ്ങൾ വേണ്ടി വരില്ല. അതുകൊണ്ട് നാളെ രാവിലെ ആകുമ്പോഴത്തേന് കാഴ്ച തിരിച്ചു കിട്ടിയില്ലെങ്കിൽ തല ഞാൻ എടുക്കും എന്ന് പറഞ്ഞു. ഞങ്ങൾ ബേജാറായി. അന്ന് രാത്രി ഖാജയുടെ മഖബറയുടെ ചുവട്ടിലിരുന്ന് പൊട്ടി അങ്ങോട്ട് കരഞ്ഞു. രാത്രി കാഴ്ച തിരിച്ചു കിട്ടി. അപ്പോൾ പറഞ്ഞു, ഔലിയാക്കന്മാരെ കളിയാക്കാൻ വേണ്ടി സിയാറത്തിന് വരരുത്. ഔലിയാക്കന്മാർ അടുത്തേക്ക് സിയാറത്തിന് വേണമെങ്കിൽ ഇഖ്ലാസോട് കൂടി ആവണം. ഈ കൊല്ലങ്ങളായുള്ള സിയാറത്ത്, ഇന്നലെ രാത്രിയുള്ള ഇഖ്ലാസ് മുമ്പുണ്ടെങ്കിൽ എന്നോ കാഴ്ച തിരിച്ചു കിട്ടിയിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഔറംഗസീബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. ഒരു പാഠാണ്. അവസാനിപ്പിക്കാം. ഇതന്നെ വിഷയം. നേരം കൊടുത്താല് രാജാവിന്റെ വാളിനെ കൊണ്ട് തലേണ്ട് എടുക്കുന്നു മനസ്സിലാക്കിയപ്പോൾ നീ കാഴ്ച കിട്ടിയിട്ടില്ലെങ്കിൽ ജീവൻ ബാക്കി ഉണ്ടാവണമെങ്കിൽ കാഴ്ച കിട്ടണമെന്ന് ഫക്കീർ മനസ്സിലാക്കി. അങ്ങോട്ട് കരഞ്ഞു, കാഴ്ച കൊണ്ട് കിട്ടി. ഇന്ന് നമ്മളെ കാര്യം എന്താണെന്നറിയോ? ഇനി ഇതൊക്കെ അന്വേഷിക്കണം. നമുക്ക് തന്നെ സത്യത്തിൽ ഇഖ്ലാസ് ഈമാനൊന്നും ഇല്ല. കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്നുള്ള ചിന്തയുള്ളൂ. നമുക്ക് അവരിലൊരു വിശ്വാസമില്ല. അള്ളാഹു ഇഷ്ടപ്പെട്ട ഇഷ്ടദാസന്മാരാണ്. ലാ ഖൗഫുൻ അലൈഹിം, അവർക്കൊരു പ്രയാസവുമില്ല. ഒരു പ്രയാസമില്ല, മരിച്ചാലും ഇല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാക്ക് കേൾക്കണോ നിങ്ങൾക്ക്? ഇദാ ജാഅനി ഫസഅലാനി, മുങ്കർ നക്കീർ എങ്ങാനും എൻ്റെ അടുത്ത് വന്നാൽ കുഴങ്ങിയിട്ടേ പോവുള്ളൂ. എൻ്റെ അടുത്തൊന്ന് വരട്ടെ മുങ്കർ നക്കീർ, ഇന്നോടെങ്ങാനും കൊണ്ട് ചോദിച്ചാൽ അവരെ ചോദിക്കാനുള്ള പൂടി ഞാൻ തീർക്കും. ഇതാ സഅലാനി, അവരെങ്ങാനും എന്നോട് ചോദിച്ചാൽ മർ റബ്ബുക, നിന്റെ റബ്ബ് ആരാണ്? നിന്നോടെങ്ങാനും മുൻകർ നക്കീർ ചോദിച്ചാൽ ഞാൻ പറയും ഇന്റെ റബ്ബ് ആരാണെന്ന് ഞാൻ പറയേണ്ട ആളോട് മക്കയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം മർ റബ്ബുക്കുമാ, നിങ്ങളെ തിരുന്നില്ലല്ലോ, നിങ്ങളെ റബ്ബ് ആരാണ്? ഞാൻ അങ്ങോട്ട് ചോദിക്കും എന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ് അത്. നിങ്ങൾ പറയുന്ന നിങ്ങൾ നന്നാ പിന്നാണ്ട് പറയല്ല. അതിന് മാത്രം രണ്ട് സാധനം. അതാണ് അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ, ഔലിയാക്കൾ, സാലിഹീങ്ങൾ. അവർക്കൊന്നും വിഷയമില്ല, ഒന്നുമില്ല, അവർക്കൊരു പ്രയാസവും ഇല്ല. ഒരാളൊരു ജൂതപ്പെണ്ണിനെ നോക്കിയിട്ട് പള്ളി കയറി ചെന്നു. അപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ പള്ളിയിൽ ഇരിക്കുന്നുണ്ട്. ഒന്ന് അസ്സലാമു അലൈക്കും നമ്മൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ സലാം മടക്കിയില്ല. മനസ്സമാധാനത്തിൽ സലാം മടക്കിയില്ല. ദേഷ്യപ്പെട്ട് ഇരിക്കുന്ന കണ്ടപ്പോൾ ഈ മനുഷ്യൻ അടുത്തേക്ക് ചെന്നു. എന്താ ഖലീഫ എന്നോട് ദേഷ്യം വെച്ചു? അപ്പോൾ പറഞ്ഞു, ഖുർആന്റെ ആള് ഹദീസിന്റെ ആളുകളാന്ന് പറഞ്ഞ് നടക്കുക. അലാമത്തു സിന ളാഹിറത്തുൻ അലൈക്കും, മുഖത്ത് സിനാന്റെ അടയാളമാണ് നിനക്ക്. അപ്പോൾ ഇയാൾ ബേജാറായി. അനസലുൽ വഹ്യു ബഅദ റസൂലില്ല, റസൂലുള്ളാഹി മരിച്ചിട്ട് ഇവിടെ വഹി ഇറങ്ങുന്നുണ്ടോ? ദന്റെ അത്ഭുതം. അപ്പോൾ പറഞ്ഞു, ഫിറാസത്തുൻ സദിഖ, എന്റെ മുഖത്ത് നോക്കിയാൽ നിന്റെ ഉള്ളിലെ രഹസ്യം മുഴുവനും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് സയ്യിദുനാ ഉസ്മാൻ. അതിനാണ് ഔലിയാക്കന്മാരുടെ നേതാവ് പറയാ. അതാണ് വൗനബ്ബിഉകും ബിമാ തഅകുലൂന വമാ തദ്ഖിറൂന ഫീ ബുയൂതികും, നിങ്ങളെ വീട്ടിൽ എന്താണ് ഒളിപ്പിച്ചു വെച്ചതെന്ന് ഇവിടെ ഇന്ന് എനിക്ക് പറയാൻ കഴിയുമെന്ന് സയ്യിദുനാ ഈസ. ഇതിന് ദീന് എന്ന് പറയും. ഇതിനാണ് ഇസ്ലാം ദീന്. അംഗീകരിക്കുക. ഞാൻ അതിന്റെ ചെറിയ ഒരു ഭാഗം മാത്രം നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നെങ്ങാനും ചിന്തിപ്പിക്കാൻ വേണ്ടിയാണ്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. മുത്തഖീങ്ങളായ ഔലിയാക്കളാകുന്ന ആരിഫീങ്ങൾ എല്ലാവരും ഖാജയുടെ വയല് കേട്ടു. ഇക്കൊല്ലം തന്നെ ഖാജയെ സിയാറത്ത് ചെയ്യാനും കൂടി അസ്മ ചെയ്തിട്ട് ഇവിടുന്ന് പോയാൽ മതി. നമ്മൾ സുന്നികൾ തന്നെ ഒരു തരം കടലാസ് സുന്നികളായി മാറി എന്നതും ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു മോശമാണ്. നമ്മളിതൊക്കെ പറയുമെങ്കിലും സത്യത്തിൽ സിയാറത്തിനൊന്നും നമ്മൾ പോകില്ല. ഒരു മനുഷ്യൻ, ഞാൻ നേരത്തെ പറഞ്ഞു, സ്വഹബത്തു സ്വാലിഹീൻ കൊണ്ടാണ് മനുഷ്യൻ നന്നാവുക. ഒന്നിരിക്കൽ ജീവിച്ചിരിക്കുന്നവരോട് ബന്ധപ്പെടുക, അല്ലെങ്കിൽ മരിച്ചവരോട് ബന്ധപ്പെടുക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഈ കൊല്ലം ഖാജയെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകാൻ തയ്യാറുള്ള ആളുകൾക്ക് എനിക്ക് പിന്നെ അതിൻ്റെ കമ്പനി ഒന്നുമില്ല, എന്നാലും ഞാൻ ഇതിനൊരു ഔട്ട്പുട്ട് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചോദിക്കാണ്. കൈ പൊക്കാൻ ഞാൻ ഏതായാലും ഇൻഷാ അള്ളാഹ് റബ്ബിൻ്റെ തൗഫീഖിനാൽ ഈ വയലാണ് കഴിഞ്ഞാൽ ഉടനെ ഖാജയെ സിയാറത്ത് ചെയ്യാൻ പോകും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യും. ഈ കൊല്ലം ഖാജയെ, ഈ വഅള് കേട്ടിട്ട് ഖാജയെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി, ഖാജയുടെ അടുത്ത് പോകാൻ മനസാന്നിധ്യത്തോടുകൂടെ ഖാജയെ സിയാറത്ത് ചെയ്യാൻ പോകാൻ താല്പര്യമുള്ള ആളുകൾക്ക് കൈവക്കാം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യും. എല്ലാവരും കൊണ്ട് പോവുക. അതിനെന്ത് ചെയ്യാൻ? നേരത്തെ തന്നെ അവരെ വേലി എന്നും യാസീനൂട, ഹാജിയുടെ മേൽ യാസീനൂട. ബഹുമാനപ്പെട്ട ഹബീബ നബിയുടെ മേൽ അയ്മത്തുൽ അർബഅ, അക്താബുൽ അർബഅ,
അവരുടെ മേലൊക്കെ യാസീൻ ഓതുക. പിന്നെ ബഹുമാനപ്പെട്ട ഖാജ മഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു യാസീൻ ഓതുക. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ഷാഹുൽ ഹമീദ് നാഹൂരി റളിയല്ലാഹു അൻഹു സെക്കൻഡ് പാർട്ട് അവർക്കാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ ബഹുമാനപ്പെട്ട സയ്യിദ് ഖുതുബുസ്സമാൻ സയ്യിദ് അലവി മുംറമി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബുൽ വഫാ ശംസുദ്ദീൻ മുഹമ്മദ് ബിൻ അലാഉദ്ദീൻ ഹംസ റളിയല്ലാഹു അൻഹു, അവർക്കൊക്കെ നേരെ യാസീൻ ഓതിയാൽ കറക്റ്റാണ്. റെക്കോർഡുകളൊക്കെ കറക്റ്റാണ്. എല്ലാം ക്ലിയറാണ്. ഒരു പ്രയാസവും ഇല്ല. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ സിയാദത്തും ഇൽമും കൂടിയാണ് യോജിച്ചാൽ അതിന്റെ ചുവട്ടിൽ നിൽക്കുന്ന ഉമ്മത്ത് മുസ്ലിമത്തിനെ പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്കും പിന്നെ സാധ്യമല്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സയ്യിദന്മാരെന്ന നിലയിൽ അവർ മഹാന്മാരാകുന്നതോടുകൂടെ ആലിം എന്ന നിലയിൽ വലിയുമാകും. ലൗലം യകുനിൽ ആലിമു വലിയൻ ഫലൈസ ലില്ലാഹി വലിയുൻ എന്ന് ഞങ്ങളോട് പറഞ്ഞല്ലോ. അത് രണ്ടും കൂടി ഒന്നിച്ചു ചേർന്നാൽ പിന്നെ നമ്മളെ കുട്ടികളെ അവരുടെ വെള്ളപ്പാത്രം എടുക്കാൻ നമുക്ക് ഖിദ്മത്തിന് പറഞ്ഞേക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പടച്ചോനെ, ഇതൊരു മനസ്സിന്റെ തേട്ടാണ് റബ്ബേ. എന്റെ സമുദായം നന്നാവാൻ ഇതല്ലാത്തൊരു മാർഗം ഞാൻ കാണില്ല. കാരണം ശബക്കത്തുൽ ഫസാദാണ് എവിടെയും ഫസാദാണ്. ഒന്നിരിക്കൽ പണം അല്ലെങ്കിൽ രാഷ്ട്രീയം, ഈ രണ്ട് സാധനവും മുസ്ലിം സമുദായത്തിൽ നന്മ തടയുകയാണ്. പറഞ്ഞാൽ പലർക്കും വിഷമുണ്ടാകും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കിട്ടുന്നത് തന്നെ അണ്ണാക്കിന്റെ അടുത്തേക്ക് കൊണ്ടുവരാതെ താഴേക്ക് വിഴുങ്ങുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഇനി ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ. മഹാന്മാരായ ഉലമാക്കൾ നേതൃത്വത്തിന് വേണ്ടി അവിടെ വരിക. അവരുടെ സിയാദത്തിന്റെയും വിലായത്തിന്റെയും കീഴിൽ നമ്മളെ കുട്ടികൾ ഒന്നിച്ചു ചേരുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അവരുള്ളവർ ഇന്ന് തന്നെ വലിയ മഹാന്മാരാണ്. പക്ഷെ അവർക്ക് ഇൽമിന്റെ വലിയ അത്യുന്നതമായ ഫത്വയുടെയും ഇൽമിന്റെയും തസവ്വുഫിന്റെയും തുരീഖത്തിന്റെയും ഒക്കെ വലിയ മഖാമുൽ ആലി എത്തിപ്പെട്ട മഹാരഥന്മാർ ആ കൂട്ടത്തിലുണ്ടായിട്ട് അവരെ ചെരുപ്പെടുത്ത് നടക്കാൻ നമ്മളെ കുട്ടികൾക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ നമ്മളെ സമുദായത്തിന് ഒരുത്തനെയും പേടിക്കാതെ ലാ യഖാഫൂന ലൗമത ലാഇം അങ്ങനത്തെ ഒരു അവസ്ഥ അല്ലാഹു നൽകട്ടെ. അല്ലാഹു റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار توفنا مسلمين وألحقنا بالصالحين ببركة صلى الله على محمد.